എല്ലാ കണ്ണും മങ്ങുമ്പോൾ, അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ, മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ടു സ്വർഗത്തിൽ. മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ടു സ്വർഗത്തിൽ. എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും, എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും, ചെമ്മയായി തുറന്ന കാതൊന്നുണ്ടു സ്വർഗത്തിൽ. ചെമ്മയായി തുറന്ന മാനുഷികമാം കൈകൾ താണുപോകുമ്പോൾ, മാനുഷികമാം കൈകൾ താണുപോകുമ്പോൾ, ക്ഷീണിക്കാത്ത കയ്യെനിക്കൊന്നുണ്ടു സ്വർഗത്തിൽ. ക്ഷീണിക്കാത്ത കയ്യെനിക്കൊന്നുണ്ടു സ്വർഗത്തിൽ. ഭൂമയർക്കുള്ള സ്നേഹം നീങ്ങിപ്പോകുമ്പോൾ, ഭൂമയർക്കുള്ള സ്നേഹം നീങ്ങിപ്പോകുമ്പോൾ, ക്ഷാമമേശിടാത്ത സ്നേഹമുണ്ടു സ്വർഗത്തിൽ. ക്ഷാമമേശിടാത്ത സ്നേഹമുണ്ടു സ്വർഗത്തിൽ. ഉള്ളിലാകുല ചിന്തയുള്ള മധ്യരേ, ഉള്ളിലാകുല ചിന്തയുള്ള മധ്യരേ, വല്ലഭന്റെ കൺകളുണ്ട് കല്ലുപാതയിൽ. വല്ലഭന്റെ കൺകളും അതയിൽ. പ്രാർത്ഥനയ്ക്കവേൻ മുൻപിൽ സ്തോത്രം മോടുന്നും, പ്രാർത്ഥനവേൻ മുൻപിൽ സ്തോത്രമോടുന്നും, എത്തിയെന്നും തൻ്റെ വാക്കിലാശ്രയിക്കുവീൻ. എത്തിയെന്നും തൻ്റെ വാക്കിലാശ്രയിക്കുവീൻ. വിശ്വസിക്കുവാൻ യോഗ്യനായ നാഥനെ, വിശ്വസിക്കുവാൻ യോഗ്യനായ നാഥനെ, വിശ്വസിച്ചും അനുസരിച്ചും നാൾ കഴിക്കുവീൻ. വിശ്വസിച്ചും അനുസരിച്ചും നാൾ കഴിക്കുവീൻ. അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ, അന്ധകാരത്താലെല്ലാ കണ്ണും മങ്ങുമ്പോൾ, മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ടു സ്വർഗത്തിൽ. മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ടു സ്വർഗത്തിൽ. നമുക്ക് ദിവസങ്ങളിൽ നമ്മൾ തലകളെ വണക്കാം. നമുക്ക് ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ലവനത് വെച്ചതിനുമായി ഞങ്ങൾ സ്വർഗിതാം ദൈവമേ, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു പുതിയ പ്രഭാതം കൂടി ആഴ്ചവിട്ടൊന്നാ നാൾ കർത്താവിൻ്റെ സ്ഥലം കടന്നു വരുവാണ്ടിരിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് ഒരു അവസരം കൂടി തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവമേ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ആഴ്ചയുടെ ദിനങ്ങളിലൊക്കെയും കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങൾ കടന്നു പോയിരുന്നിടത്തൊക്കെയും കർത്താവെ ഞങ്ങളോട് കർത്താവ് കൂടിയിരുന്നതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം. ആപത്തനർത്ഥങ്ങൾ കർത്താവെ ദോഷങ്ങളൊന്നും വരാവണം കർത്താവ് ഞങ്ങളെ കാത്തല്ല കർത്താവെ. രോഗങ്ങളും പ്രയാസങ്ങളുമായിരുന്നപ്പോഴൊക്കെയും കർത്താവ് ദൈവമേ ഞങ്ങളോട് കൂടെയിരുന്ന് ഞങ്ങൾ സൗഖ്യം തന്നതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ വഴിയാത്രയിലൊക്കെ കർത്താവ് കൂടെയിരുന്നല്ല, ഞങ്ങൾ ചെയ്ത പ്രവൃത്തികളിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം തന്നല്ല കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രനായ ദൈവമേ, ഞങ്ങൾ ദൈവമേ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. ദിവസങ്ങളിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു കർത്താവെ. ദൈവത്തിൻ്റെ വചനം എന്ന കണ്ണാടിക്ക് മുമ്പിൽ ഞങ്ങളെ തന്നെ ഒന്ന് കർത്താവെ കാണുവാണ്ടക്കണം കർത്താവ്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് സന്നിധിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം കർത്താവെ ഞങ്ങളെ ഒന്ന് കർത്താവെ ശുദ്ധീകരിപ്പാണ്ടക്കണം കർത്താവെ. ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയവനായി അവിടുന്ന് ഞങ്ങൾ മധ്യമുള്ളതിനാൽ കർത്താവെ ദൈവത്തെ സാന്നിധ്യത്തോടുകൂടി ഇരിപ്പാണ്ടക്കണം കർത്താവെ. ആ ഗൗരവത്തോടെ ഇരിപ്പാണ്ടക്കണം കർത്താവ്. ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ പ്രശ്നങ്ങളൊക്കെ കർത്താവിൻ സ്ഥലത്ത് കൊണ്ടുവരുവാണ്ടക്കണം കർത്താവെ. ഇന്ന്
ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി ഞങ്ങൾ നന്ദിയോടെ ദൈവമേ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. കുഴഞ്ഞ ചേറ്റിലായിരുന്ന കർത്താവെ ദൈവമേ, നാശകരമായ കുഴിയിലായിരുന്ന ഞങ്ങളെ കർത്താവ് ഇറങ്ങി വന്ന് കർത്താവെ കരന്തൊഴു ദൈവമേ അതെ പിടിച്ചു കർത്താവ് ഉറപ്പുള്ള പാറമേൽ നിർത്തിയവനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ പല സംഭവങ്ങളും കാണുന്നു കർത്താവെ ദൈവമേ. എത്രയോ ദൈവമേ അതേ മനുഷ്യർ കർത്താവെ അതേ ദൈവീ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവരെ സഹായിപ്പാൻ ആരും കഴിയാതെ അവർ കർത്താവെ ലോകത്തിൽ നിന്നും കർത്താവെ മാറിപ്പോകാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് തന്ന പ്രത്യാശയ്ക്കായി കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളവരായി ഞങ്ങൾ നന്ദിയോടെ ദൈവമേ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. അയന്മനമേ ഹോവയെ വാഴ്ത്തേണ്ട ഉപകാരങ്ങളൊന്നും മറക്കരുതേ എന്ന് തിരുവാനും ഞങ്ങളോട് പറയുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. ദൈവമേ ഞങ്ങളെ കർത്താവെ ദൈവമേ ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹായാകാശം ഭൂമി ഉണ്ടാക്കിയ ഹോയെങ്കിൽ നിന്ന് വരുന്നു എന്ന് കർത്താവെ നിന്റെ വനത്തിൽ പറയുമ്പോൾ കർത്താവെ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം തരുന്ന കോൺഫിഡൻസ് വലുതാകിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം എന്നതുപോലെ കാലം ദൈവമേ അതേ കർത്താവെ സഭായോഗത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കടന്നു വന്ന എല്ലാവരെയും കരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ ദൈവികമായ ദൈവമേ ശക്തിയോടുകൂടി കർത്താവെ ബലത്തോടുകൂടി ദിവസത്തിലായിരിക്കും കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവരെ വേഗത്തിൽ കൂട്ടിയെടുത്തുവാൻ കർത്താവിന് മനസ്സിലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗികളായിരിക്കുന്നവർക്കൊക്കെ കർത്താവ് പൂർണ്ണമായി വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വചനം കർത്താവെ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ ദൈവമേ അതേ കർത്താവെ അപ്പുറപ്പെട്ട് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നുവാനും ഞങ്ങളോട് പറയുന്ന ഇതിൻ്റെ അടിപ്പണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് കർത്താവെ. ആ രോഗസൗഖ്യം കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാനസിക വേദനകളാൽ കടന്നു വന്നിരിക്കുന്നവർ, വിവിധ പ്രശ്നങ്ങളാൽ കടന്നു വന്നിരിക്കുന്നവർ കർത്താവെ ദൈവികാശ്വാസം പ്രാപിച്ച് കർത്താവെ കടന്നു വാണ്ടക്കൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കർത്താവിൽ കണ്ടെത്തുവാണ്ടക്കൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാടുവാണ്ടക്കൻ കർത്താവെ ഞങ്ങളെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല സാക്ഷ്യങ്ങളെയും പ്രബോധനയും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സംഗീതത്തെ കർത്താവ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല വചന ശുശ്രൂഷ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് കാരണമായി തീർക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേവദാസൻ കടന്നുപോയി തീർത്തു കർത്താവെ താൻ ശുശ്രൂഷയിൽ കർത്താവെ അതേ കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അവിടെ നടത്തുവാൻ കർത്താവിന് അവനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം കർത്താവ് നന്നായി ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ തോപ്പിയുന്നുണ്ടല്ലോ കർത്താവ് അനുഗ്രഹമായി നടക്കുവാനൊക്കെ ഇടയാക്കണം. എല്ലാ വിഷയങ്ങളും തിരിക്കാൽ വയ്ക്കുന്നു. തുടർന്ന് ദൈവത്തിലായിരിക്കുന്ന അനുഗ്രഹമായി പാടുന്ന ഇടയാക്കണം. അവിടെ ഞങ്ങളെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. യേശുനാഥപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുവേ. നല്ലവനായി കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരനേ. തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരനേ. അത്ഭുതമേശുവിൻ നാമം
കാറ്റുകൾ വീശും പിന്മാറിയെ ഊറ്റുമവൻ ഉണരുകയാ ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും ഉണരുകയാ ജനകോടികൾ തകരുമപ്പോൾ ദുശക്തികളും അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുവേ തൻ ഭുജബലത്താൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുവേ തൻ ഭുജബലത്താൽ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം പാതയും നീങ്ങിടുമേ ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ രോഗികളോ ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ രോഗികളോ ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം കുരുടരിൻ കണ്ണുകൾ തുറക്കും കാണിടും കിടക്കുമേ കുരുടരിൻ കണ്ണുകൾ തുറക്കും കാണിടും കിടക്കുമേ ഉണർന്നുള്ളവർ കുതിച്ചുയരും ഭൂമരെല്ലാം സ്തുതി മുഴങ്ങും ഉണർന്നുള്ളവർ കുതിച്ചുയരും ഭൂമരെല്ലാം സ്തുതി മുഴങ്ങും അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം നിന്നിത പാത്രരാൻ നമ്മെ നായകൻ കൈവിടുമോ നിന്നിത പാത്രരാൻ നമ്മെ നായകൻ കൈവിടുമോ എഴുന്നേറ്റു നാം പണിതീരുക തിരുകരങ്ങൾ നമ്മോടിരിക്കും എഴുന്നേറ്റു നാം പണിതീരുക തിരുകരങ്ങൾ നമ്മോടിരിക്കും അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനായി വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനായി അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ ഹല്ലേലൂയ ഓ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ ഹല്ലേലൂയ യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ ഭൂതങ്ങൾ വീട്ടുടൻ പോകും സർവബാധയും നീങ്ങിടുമേ രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ രോഗികളും ആശ്വസിക്കും ഗീതസ്വരം മുഴങ്ങിടുമേ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും
ഉയർത്തിടാം അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും 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 ഉയർത്തിടാം ഹല്ലേലൂയ ആമേൻ 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 ഓ രേഖിരേ ദേശം ദേരേ ദാരം ദേരേ അബേക്ഷദാരം ദേ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ 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 ഹല്ലേലൂയ. ദൈവനാമത്തിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പാടുവാൻ തക്കുന്ന കർത്താവ് ചാനലിനെ ആരാധിപ്പാൻ തക്കുന്ന കർത്താവ് നമ്മളെ സഹായിച്ചു. തുടർന്ന് നമ്മളുടെ സഭായോഗത്തിന് അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് സഭയായി പ്രാർത്ഥിക്കാൻ യൂത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രിയ ലെവിൻ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സഹോദരിയുടെ ഭാഗത്തു നിന്ന് ബീന സിസ്റ്റർ പ്രാർത്ഥിക്കും. സഹോദരന്മാരുടെ ഭാഗത്തു നിന്ന് ജോം ജോസ് ബ്രദറെ സഭായോഗത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പേര് പറഞ്ഞ പ്രിയപ്പെട്ടവർ സഭായോഗത്തിൻ്റെ അനുഗ്രഹത്തിനും തുടർന്നുള്ള നടത്തിപ്പിനും വേണ്ടി പ്രാർത്ഥിക്കാം. Hallelujah, hallelujah, hallelujah. Oh God, loving Father, thank you so much for giving this wonderful opportunity once again as a church to come in thy presence, Lord. Thank you so much for being with us, God. As many people were there with us throughout these past months, God, but they are not here today, God. But thank you so much for your amazing grace that you've kept each one of us safe under your mighty wings, God. Thank you so much for your amazing grace, God, wherever we go, God, in our school life, in our college life, in our office life, God. Thank you so much for sending your angels wherever we go, God. Thank you so much for giving a wonderful life to us, God, and thank you so much for your grace, God. I pray for today's worship, God. Let it be a blessing for all those who are present here, God. As we come in their presence, God, let us not go empty-handed, God. Whatever we receive from your word, God, let us apply in our day-to-day lives, God, and work for your kingdom, God, in the days to come, God. Thank you so much for being with us, God. I pray for Uncle who's leading, God. Be with him as well, God. Thank you so much for everything, God. I pray for the sound reading, God. I pray for the preachings, God. I pray for the wonderful testimonies that we are going to hear, God. Thank you so much for each and every one of us here, God. I pray for anyone who has yet to come, God, who's on their way, God. Be with them, God, and protect them, God, and help them to reach here as fast as possible, God. And anyone who is not able to come due to any problems, God, you bless them, God, and heal them, God. Anyone sitting here with any problems, God, any crisis, God, when they walk out of this room, God, and heal them completely on, and let them rejoice in your name, God. Thank you so much for our lives, God. Thank you so much for all of us, God, submitting each and everything into your mighty hands, God. All Sunday school, I pray for the PYPA, everything, God. I pray for the Sodri Samaj. Thank you so much for showing your grace to each and every one of us, God. Submitting once again each and everything into your mighty hands, God. In your Son's name we ask. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ആഴ്ചവട്ടത്തിന്റെ നാദോസ്വാകുന്ന പൽക്കാല കർത്താവ് സകലപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു പ്രകാരം അടികൾക്ക് സ്ഥലത്തിൽ കടന്നു വന്ന ഭാവിതാവേ വിളിപ്പാൻ ഒരാഴ്ചയുടെ ഒരു 60 ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ശേഷിപ്പിച്ചതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ ആഴ്ചയുടെ ആരംഭം കഴിക്കട്ടെ എത്രയോ ആയിരങ്ങൾ കർത്താവേ പുതിയുടെ ആഴ്ചയുടെ ആരംഭം കാണുവാൻ മാറ്റപ്പെട്ട് കടന്നുപോയി. രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ നിറഞ്ഞു കിടക്കുന്നതായ കർത്താവേ ഈ സമയങ്ങളിൽ കർത്താവേ ഏടുകളാകുന്ന അടികളെ കർത്താവോടുന്ന കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു പരിപാലിച്ചു. ആപത്തുകളും രോഗങ്ങളും ദുഃഖങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുകൂടാമായിരുന്ന സ്ഥാനത്ത് അപ്പച്ചന്റെ കർത്താവിന്റെ കരുതല പരിപാലനോടുന്ന കൂടെ ഞങ്ങളെ പരിപാലിച്ച വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമയത്തിന് കാരണം ദാവീദ് പാടുന്ന പോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ ഒരു നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക,
സാക്ഷ്യങ്ങളെ ഞങ്ങളുടെ പ്രബോധനങ്ങളെല്ലാം നിന്റെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കാവുന്ന കർത്താവേ, ദൈവം ഒന്നിനൊന്നിന് അനുഗ്രഹമായി തീരുവാൻ കൊണ്ട് ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്തദാസൻ കടന്നു പോയിരിക്കുന്ന സ്ഥാനത്തിന്റെ മനെ നീ കാക്കണം, പരിപാലിക്കണം, സൂക്ഷിക്കണം. ഇന്ന് നടത്തുന്ന മീറ്റിങ്ങുകളൊക്കെയും കർത്താവെ കടന്നു പോയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ തക്കണം കർത്താവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്തദാസിയായിരിക്കുന്ന സ്ഥാനത്തിന്റെ മകളെ ക്ഷേമത്തോടെ സൂക്ഷിക്കണം, പരിപാലിക്കണം. കുഞ്ഞുങ്ങളെ നീ ഇവിടുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഇന്ന് കാലം കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ജനങ്ങളെല്ലാവരെയും ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിക്കുകയാകുന്നു. യാത്രയിൽ കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോൺസൺ ബ്രദറിനെ കുടുംബമായിട്ട് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ മക്കളുടെ യാത്ര കർത്താവെ തുടങ്ങുവാൻ പോകുന്നില്ല പച്ച, അവരുടെ യാത്ര വളരെ അനുഗ്രഹമായി തീരുവാൻ തക്കൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ തക്ക സമയത്തിന് അവിടെ എത്തിച്ചേരുവാൻ തക്കൊണ്ട് സഹായിക്കണം. അതുപോലെ നോയൽ മോനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ പൈതലും കർത്താവെ ഇപ്പോൾ യാത്രയാകുന്നല്ലോ കർത്താവെ, അവനും തക്ക സമയത്തിന്റെ ഭയം കൊണ്ട് പ്രദേശത്ത് എത്തിച്ചേരുവാൻ കർത്താവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ചോദിച്ചാലും കർത്താവെ കടന്നു പോയിരിക്കുന്നല്ലോ കർത്താവെ, നിന്റെ മകൻ്റെ യാത്ര വളരെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ, ഇനി രാത്രി സമയത്ത് കടന്നു പോകേണ്ട ബാബുച്ചാന്റെ അനിതമാമയും കർത്താവെ കുഞ്ഞിനെയും കരങ്ങളിൽ ഏൽപ്പിക്കുകയാകുന്നു. എൻ്റെ മക്കളുടെ യാത്രയൊക്കെ വളരെ അനുഗ്രഹമായി തരുവാൻ കർത്താവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഇനി കടന്നു വരുവാനുള്ള ഞങ്ങളുടെ എല്ലാവരെയും ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാകുന്നു. രോഗത്തിലെ ദുഃഖത്തിലെ ഭാരത്തിലെ അനേകം ഭവനങ്ങൾ വിശ്രമിക്കുന്നുണ്ട്, അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കർത്താവെ, നിങ്ങൾ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി വിടുതലായി തീരുവാൻ തക്കൊണ്ട് കർത്താവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ ആണിപ്പിഴുതേറ്റ കരം കർത്താവെ, ഓരോ രോഗിയുടെ മേൽ നീയുടെ ഉച്ചമുള്ള കാലുവരെ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മീയത്തിന്റെ ഉണർവ് കർത്താവെ നിങ്ങളുടെ സഭയിൽ ഹല്ലേലൂയ കർത്താവെ എവിടെ നിന്നുണ്ടാകുവാൻ കർത്താവിടുന്ന് സഹായിക്കണം. കൊശ്ശാനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാ കാര്യങ്ങളിലും ലീഡ് ചെയ്യുവാനുള്ള കഴിവ് പ്രാപ്തി നിന്റെ ദാസന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ കാര്യങ്ങളെ നിന്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുവാകുന്നു കർത്താവെ. ജോലിയോടനുബന്ധിച്ചൊക്കെ ആയിരിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, യൗവനക്കാരായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അനേകരും കർത്താവെ ഇന്ത്യയുടെ പലയിടങ്ങളിലായി കർത്താവെ അനേക കർത്താവെ ഇടങ്ങളിലായി ജോലിയോടനുബന്ധിച്ച് പഠനത്തോടനുബന്ധിച്ചൊക്കെ കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അപ്പച്ചൻ്റെ രക്തക്കോട്ടകളിൽ അവർ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് മാതാവും പിതാവുമായി കൂടെ ഇരുന്ന് അപ്പച്ചൻ സഹിയായി കൂടെ ഇരുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇനിയും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെ തക്ക സമയത്തിനെ കൂട്ടിവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാവുന്ന പ്രാർത്ഥന സകലതും അപ്പച്ചൻ സ്വർഗം കേട്ടിരിക്കാൻ സ്തോത്രം മഹത്വം എടുക്കണം. എല്ലാം യേശുവിന്റെ താഴ്മയായി ചോദിക്കുന്നു, ദയതോ നീ കേൾക്കുമാറാകണമേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ഞങ്ങൾ തിരുമേനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം കർത്താവേ ഹല്ലേലൂയ ചുരുക്കം ചെല്ലായിട്ട് ആലയത്തിലേക്ക് കടന്നു വരുവാൻ തക്കോണം ഞങ്ങൾ ഇവിടെ ഇടിയാക്കിന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ഭൂമുഖത്ത് കർത്താവ് ഒരു ഉയർപ്പിന്റെ പകൽക്കാലം കൂടെ കർത്താവേ ഞങ്ങൾക്ക് കാണുവാൻ തക്കോണം സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഒരുക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും നിറഞ്ഞ ഒരാഴ്ചവട്ട കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പ്രയാസങ്ങളുടെയും പ്രതികൂലത്തിന്റെയും നടുവിൽ ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. അനർത്ഥ സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ വണ്ണം ഞങ്ങളുടെ കൂടാരങ്ങളെ ദൈവം മറച്ചതിനാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എണ്ണത്തിലൊന്നുപോലും കുറയാതെ വണ്ണം കർത്താവേ ഇന്ന് പകൽക്കാലം സഭയായി നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കോണം ഞങ്ങളെ ഇടയാക്കിന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പിന്നെ ഞങ്ങളെ ഒന്നുകൂടെ കഴുകി ശുദ്ധീകരിക്കുമാറാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വിടുതലിന് തടസ്സമായത് അനുഗ്രഹത്തിന് തടസ്സമായത് എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗമേ ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കുമാറാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശുദ്ധിയോടും വേർപാടോടും നിന്നെ ആരാധിപ്പാൻ തക്കോണം ഇന്ന് പകൽക്കാലം ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൂട്ടിക്കൊണ്ട് ദിനത്തെല്ലാം നീ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കാര്യങ്ങൾ വഴിവന്ധ്യം ഉണ്ടെങ്കിൽ കർത്താവേ എത്രയും പെട്ടെന്ന് അവരെ കൂട്ടി വരുത്തുമാറാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ആരാധന ഉദാസീനമായി ഭവനങ്ങളായിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണം പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവേ രോഗികളായ കാര്യങ്ങൾ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്
ഉണ്ടെങ്കിൽ കർത്താവേ നീ ഒരു പരിപോലും വിടുതലയക്കുമാറാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ കടന്നു വന്നത് കർത്താവേ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലും സൗഖ്യത്തിനും കാരണമാക്കി മാറ്റുമാറാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ രോഗികളായിരുന്നവരൊക്കെയും സ്വർഗം കൊടുത്ത വിടുതലായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ലെവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൈതലിനെ സൗഖ്യത്തോടെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ വലിയ പ്രയാസങ്ങളെ രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൽ ആഞ്ഞടിച്ച് കർത്താവേ എങ്കിലും തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഉടഞ്ഞു പോകാതെ വണ്ണം സ്വർഗം നിലനിർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ ആലയത്തിൽ കടന്നു വന്ന ദൈവത്തെ സ്തുതിക്കുവാൻ തുറന്നു കൊരുത്തിരിക്കുന്ന നല്ല മുഖാന്തരത്തിനായ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ സന്നിധാനത്തോട് പ്രാർത്ഥിക്കുന്നു. ആലയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ പ്രയാസത്തിൽ കൂടെ രോഗത്തിൽ കൂടെ കടന്നുപോയി എന്നാൽ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപയോട് കൂടെ എന്ന് കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ രോഗത്തും കൊടുത്ത വിടുതലായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ വരും ദിവസങ്ങളിൽ ഒരു പരിപൂർണ്ണ വിടുതലോടെ കർത്താവേ നിന്റെ ദാസനുമായിരിക്കാൻ സ്വർഗ്ഗമിടിയാക്കുമാറാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ലിസിയാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. താനും കർത്താവേ ടെസ്റ്റുകൾ കൊടുക്കെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. സ്വർഗ്ഗം കൊടുത്തിരിക്കുന്ന വിടുതലായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ. അങ്ങനെ ശാരീരിക ക്ഷീണങ്ങളാൽ വരുന്ന ദിവസങ്ങളൊക്കെ ഭാരപ്പെട്ടു. സ്വർഗ്ഗം കൊടുത്ത വിടുതലായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നല്ല സങ്കീർത്തനങ്ങൾ ഞങ്ങൾക്ക് തരുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ഞങ്ങളെ അവിടെ ബലപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് വരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം കൊണ്ട് നിറച്ചുകൊള്ളുമാറാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം. ശലോമോന്റെ ആലയത്തിൽ നിറഞ്ഞുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ ആരാധിപ്പാൻ പിന്നെ ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തുമാറാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഉണങ്ങിയും മയങ്ങിയും ഇരിക്കുന്ന ആത്മാക്കളെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊള്ളുമാറാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഈ നദി ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികളുണ്ടെന്ന് കർത്താവേ നിന്റെ വചനം വായിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഒരു ആത്മീക നദിയിലൂടെ ഞങ്ങളെ ഇവിടുന്ന് കടത്തുമാറാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യങ്ങളെ ഞങ്ങൾക്ക് തരുമാറാകണം പ്രാർത്ഥിക്കുകയാണ്. വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സാക്ഷ്യങ്ങള് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിലോട്ട് എഴുന്നേൽപ്പിക്കുമാറാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. യാത്രയിലായിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. യാത്ര തിരിക്കുന്നവരുണ്ട് കർത്താവേ. ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നവരുണ്ട് അവരെല്ലാം ഒരുമിച്ച് അനുഗ്രഹിച്ചു കൊള്ളുമാറാകണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. തക്ക സമയത്ത് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്വർഗ്ഗമിടിയാക്കുമാറാകണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവദാസൻ കടന്നു പോയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കൂടെ ഇരിക്കുമാറാകണം ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ലീഡി എന്നതിന്റെ അഭിഷക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം കൊണ്ട് പൊതിഞ്ഞുകൊള്ളുമാറാകണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അല്പസമയം നിരസനത്തിലായിരിക്കുമ്പോൾ നീ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാൻ പോകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. തുടർന്ന് നടക്കുന്ന മീറ്റിംഗിലെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് വരമേൽപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ താഴ്ത്തി വരമേൽപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ പുണ്യനാമത്തിൽ തന്നെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്ക് എഴുന്നേറ്റ സംഗീതത്തിൽ നിന്നും ചിന്തിക്കാം. പ്രിയ ബ്രിജു ബ്രദറിനെ മുൻപോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. 40-ാം സങ്കീർത്തനം നമുക്ക് പ്രതിവാക്യമായിട്ട് വായിക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിൽ ഏകിച്ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അതുകൊണ്ട് ഭയപ്പെട്ടു യഹോവയിൽ ആശ്രയിക്കും. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശനാരുമില്ല. ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ള എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കി വച്ചിട്ടില്ല. യഹോവേ, നീ അറിയുന്നു.
യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നീതിയും പരിപാലിക്കും. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. നന്നായി നന്നായി എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. അവസാന വാക്യം എന്ന് ചോദിക്കും. ഞാനോ എളിവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ സഹായവും എന്നെ വിടുവിക്കുന്നവരുമാകുന്നു. എൻ്റെ ദൈവമേ, താമസിക്കരുതേ. തുടർന്ന് നമുക്ക് ആരാധിക്കാം. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാൻ നാവിനാൽ ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാൻ നാവിനാൽ ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. ഹല്ലേലൂയ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. നിന്ദകളേറിടും വേളകളിൽ പഴുദൂഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മനം കരുതുന്നവൻ താകിടും നിത്യവും തൻ കരത്താൽ. നിന്ദകളേറിടും വേളകളിൽ പഴുദൂഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. ഉറ്റവരെ വരും കൈവിടുമ്പോൾ കൂട്ടിനവർ എന്റെ കൂടെ വരും. മരണത്തിൻ താഴ്വര പൂകിടുമ്പോൾ തെല്ലും ഭയമെനി യേശുവില്ല. ഉറ്റവരെ വരും കൈവിടുമ്പോൾ കൂട്ടിനവർ എന്റെ കൂടെ വരും. മരണത്തിൻ താഴ്വര പൂകിടുമ്പോൾ തെല്ലും ഭയമെനി യേശുവില്ല. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. കൃപയാൽ 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 സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. ആയിരമായിരം നന്മകൾ പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിടുമേ. നാഥനവനെന്നും കൂടെയുണ്ട്. ആയിരമായിരം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിടുമേ. നാഥനവനെന്റെ കൂടെയുണ്ട്. കൃപയാൽ കൃപയാൽ
കൃപയാൽ കൃപയാൽ കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹമിത്. ഹല്ലേലൂയ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത്. ദൈവത്തിൻ സ്നേഹത്തിൽ ആഴമിത് വർണ്ണിപ്പനാവിനാൽ അവനില്ലേ. എത്രയോ ശ്രേഷ്ഠമാം കരുതൽ എന്നു പോറ്റിടും കൃപയാൽ. ദൈവത്തിൻ സ്നേഹത്തിൽ ആഴമിത് വർണ്ണിപ്പനാവിനാൽ അവനില്ലേ. എത്രയോ ശ്രേഷ്ഠമാം എന്നു പോറ്റിടും കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 നിത്യം പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത്. കൃപയാൽ 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 നിന്നെ പകർന്നൊരു ശക്തിയത്. ദൈവമേ നിൻ മഹാസ്നേഹമനിന്ദിതമാക്കു ചിന്തിച്ചറിവാൻ. ദൈവമേ നിൻ മഹാസ്നേഹമനിന്ദിതമാക്കു ചിന്തിച്ചറിവാൻ. എനിക്കാവതല്ലേ അതിനാഴമഴ നിറവേത്ര ബഹുലമത്. എനിക്കാവതല്ലേ അതിനാഴമഴ നിറവേത്രമേ. ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമ സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമ സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിറ്റെടുക്കോ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിറ്റെടുക്കോ. പതിനായിരത്തിങ്ങനൊരും ചൊല്ലിടുവാൻ പാടില്ല സാധ്യമതോ. പതിനായിരത്തിങ്ങനൊരും ചൊല്ലിടുവാൻ പാടില്ല സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ബോധമേഴും തിരുനാളിലുള്ള സമസന്തോഷം കാണിടുമാ. ബോധമേഴും തിരുനാളിലുള്ള സമസന്തോഷം ചേർന്നിരുമാ. ഏകജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. ഏകജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമ സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമ സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. 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 ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. Hallelujah. Oh,
Oh, hallelujah. Amen. Hallelujah. Hallelujah. യേശുവേ, എന്തതിശയമേ, ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഹല്ലേലൂയ. ഓരോ ദിവസം നടത്തുന്ന ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നന്ദി കൊണ്ട് സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും കർത്താവ് നമ്മെ നടത്തുന്ന ആ വിധികൾ ഓർത്ത് കർത്താവിന് നന്ദി പറയണം. ഹല്ലേലൂയ. നാം ആരാധിക്കുന്ന ദൈവം കർത്താവ് ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവമാണ്. മരണത്തിൽ നിന്ന് ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവമാണ്. എനിക്കായി പ്രവർത്തിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഇന്നും എനിക്കായി ചെയ്യുന്ന അനേക ക്രിയകളുണ്ട്, എനിക്കായി ചെയ്യുന്ന അനേക ദാനങ്ങളുണ്ട്. ഞാൻ താഴ്ന്നു പോകുന്ന ആ നിമിഷത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്നെ നല്ലപോലെ നടത്തുന്ന ഒരു ദൈവം നമ്മളോടൊപ്പം ഉണ്ട്. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമ്മൾ ഒരിക്കലും പിന്മാറരുത്. ഹല്ലേലൂയ. കാരണം അത്ര വലിയ ത്യാഗമാണ് എനിക്കായി ചെയ്തത്, നമുക്കായി ചെയ്ത അത്ര വലിയ ത്യാഗമാണ്. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനാധിപതിയേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഉയർത്തിരുന്നേറ്റവനേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനാധിപതിയേ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ ഹോസന. Hallelujah.
Hallelujah, Hosanna. You're the name above all name. You are worthy of all praise, and my life could sing how great is our God. Name above all names. You are worthy of all praise, and my heart could sing how great is our God. Oh, is our God. Oh, sing with me, how great is our God. All will see how great is our God. हे परमपिता परमेश्वर, इस सुंदर अवसर के लिए हम तेरा धन्यवाद करते हैं प्रभु जी। ये सुबह का समय दिया कि हम तेरे सम्मुख आ सके प्रभु जी, गीतों के द्वारा तेरी महिमा कर सके, इसलिए हम तेरा धन्यवाद करते हैं प्रभु जी। 2-3 जन तेरे नाम पर है, तू उनके बीच में है, ये विश्वास करने वाले लोग यहाँ पर है प्रभु जी। हम विश्वास करते हैं तू हमारे बीच में है और एक कार्य कर रहा है, पवित्र आत्मा की शक्ति से तू हमें उंडेल रहा है, इसलिए हम तेरा धन्यवाद करते हैं प्रभु जी। हमारा आराधना से तू तृप्त हुआ है, ये हम विश्वास करते हैं प्रभु जी। सब कुछ तेरे हाथों में सौंपते हैं प्रभु जी। आने वाले हर एक कार्यों में तेरी सहयोग हमारे साथ रहे प्रभु जी, तेरी भागीदारी हमारे साथ रहे प्रभु जी, ये प्रार्थना करते हैं। वचन से जब भी सुनेंगे प्रभु जी, उसमें तू कुछ एक नई सीख हमें दे प्रभु जी, ये प्रार्थना करते हैं। सारा आदर महिमा जलाल तुझको समर्पित करते हैं, यीशु मसीह के नाम से मांगते हैं, सुन और ग्रहण कर पिता परमेश्वर। പ്രൈസ് ലോർഡ്. കടന്നു വന്ന ദൈവജനത്തിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പാസ്റ്റർക്ക് അത്യാവശ്യമായിട്ട് മയൂർവാർ ചർച്ചിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. പാസ്റ്ററിനെ പെട്ടെന്ന് പറഞ്ഞു, ബിജു ബ്രദർ സങ്കീർത്തനത്തിന് സംസാരിക്കണമെന്ന്. ഞാൻ ഓഫീസിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ദൈവത്തിനിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം എനിക്ക് ഒരു 40-ാം സങ്കീർത്തനം എൻ്റെ മനസ്സിലേക്ക് ചിന്ത കടന്നു വന്നു. ഭവനത്തിൽ അല്പമായി ചിന്തിച്ചപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഒരനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. അത് നിങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്തോഷിച്ച ചില പദങ്ങൾ മാത്രം നിങ്ങളോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനുശേഷം POP ഒക്കെ ഉള്ളതുകൊണ്ട് സമയം ഇവിടെ ചുരുക്കേണ്ടത് ഇപ്പോൾ വചനത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. എനിക്ക് നിങ്ങൾക്കറിയാം, എനിക്ക് വലിയ വാക്ചാതുര്യമോ ഒന്നുമില്ല, എങ്കിലും ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ അത് അവതരിപ്പിക്കാൻ ഞാൻ ചിന്തിച്ച പോലെ തന്നെ അവതരിപ്പിക്കാനും എനിക്ക് കഴിയത്തില്ല. എങ്കിലും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കേണ്ടതിന് ദൈവമക്കളുടെ പ്രാർത്ഥനയെ ഞാൻ അപേക്ഷിക്കുന്നു. നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ 40-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് എന്ന് ഇതിൻ്റെ മുകളിൽ തന്നെ ശീർഷകത്തിൽ എഴുതിയിരിക്കുന്നു. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ഈ സങ്കീർത്തനം മൊത്തമായി പഠിക്കുമ്പോൾ ഇതിൽ യേശുക്രിസ്തുവിനെ ഇവിടെ വരച്ചു കാണിക്കുന്നുണ്ട്. സങ്കീർത്തനം 40:7 അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് മശിയായി സങ്കീർത്തനം എന്ന് നമുക്ക് വേണം പറയാം. കാരണം ഇത് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. നമുക്കറിയാം, ഓരോ ചരിത്ര പുരുഷന്മാരെക്കുറിച്ച് ഓരോരുത്തരും പറയുമ്പോൾ ആ ചരിത്ര പുരുഷന്മാരെക്കുറിച്ച് പറയുന്ന എപ്പോഴാണ്? അവരുടെ മരണത്തിന് ശേഷം അവരെക്കുറിച്ച് അവരുടെ ഓരോ കാര്യങ്ങളും എഴുതപ്പെടുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ജനിക്കുന്നതിന് മുമ്പേ അവൻ ജനിക്കുമെന്നും അവൻ്റെ പേരിന്നതാവുമെന്നും അവൻ ഇന്നവിടത്ത് ജനിക്കുമെന്നും അവൻ ഇന്നതായി തീരുമെന്നും അവൻ രക്ഷകനായി, ഇതെല്ലാം അവൻ ജനിക്കുന്നതിന് മുമ്പേ എഴുതപ്പെട്ടു. അതുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ പറയാം, എന്താ, ഇത് ബുക്ക് ഓഫ് മാൻ,
അല്ലേ? പുസ്തകങ്ങളുടെ മനുഷ്യനായിട്ട് നമുക്ക് യേശു ക്രിസ്തുവിനെ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. അങ്ങനെ ഒരു മനുഷ്യനും ഈ ലോകത്ത് ജനിച്ചിട്ടില്ല. അപ്പോൾ ചരിത്രം പോലും യേശു ക്രിസ്തു ചരിത്രത്തിനു അപ്പുറമായി നമുക്ക് വേണ്ടി തൻ്റെ പ്രവാചകന്മാരിലൂടെ കണ്ട ഭക്തന്മാരിലൂടെ നമ്മെ അവൻ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ ദൈവത്തെ എത്രത്തോളം നമ്മൾ സ്തുതിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ദാവീദിന് പോലും അവൻ ദൈവത്തെ ആരാധിച്ചപ്പോൾ, ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഒരു മറിഞ്ഞ് കിടക്കുന്ന മർമ്മം അവൻ്റെ മനസ്സിലൂടെ പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തി തന്നു. അത് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ സങ്കീർത്തനത്തെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 1 തൊട്ട് 10 വരെയുള്ള ഭാഗങ്ങൾ കാണുന്നത് അവൻ്റെ ദൈവത്തെ അവൻ സ്തോത്രഗീതം, ദൈവത്തെ ആരാധിക്കുന്ന സ്തോത്രഗീതമായിട്ട് കാണാൻ കഴിയും. പിന്നെ ഉള്ളത് 11 തൊട്ട് 17 ഒരു വിലാപ ഗീതമാണ്. അപ്പോൾ ഈ രണ്ടും ഇത് എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് രണ്ടും ഒരേ സമയത്ത് എഴുതപ്പെട്ട സങ്കീർത്തനമല്ല. 2 സങ്കീർത്തനങ്ങളെ അവനോട് ജോയിൻ ചെയ്യുകയാണ്. 2 സന്ദർഭങ്ങളിലായിട്ടാണ് ദാവീദിൻ്റെ 2 സന്ദർഭങ്ങളിലെ അനുഭവമാണ് ഇവിടെ ദാവീദ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഒന്ന് ചിലപ്പോൾ ആയിരിക്കാം അവൻ രാജാവായിരുന്നപ്പോൾ ദൈവം അവന് വിടുതൽ കൊടുത്തപ്പോൾ അവൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ട് സ്തോത്രഗീതമായിട്ട് നമുക്ക് 1 തൊട്ട് 10 വരെയുള്ള ഭാഗങ്ങളെ കാണാൻ കഴിയും. എന്നാൽ 11 തൊട്ട് താഴത്തേക്ക് പിന്നീട് അവൻ കടന്നുപോയ വലിയൊരു പീഡനത്തിൻ്റെയും കഷ്ടതയുടെയും നടുവിൽ അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ കഴിക്കുന്ന ഒരു വിലാപമായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയും. നമുക്ക് സങ്കീർത്തനം മടങ്ങി വരാം. 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അടുത്ത നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എപ്പോഴുമുള്ള ഒരു മെയിൻ കാരണം എന്താ? അവൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക മാത്രമല്ല ഇവിടെ ഭക്തൻ പറഞ്ഞു, അവൻ കാത്തിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്താ ആഗ്രഹിക്കുന്നത്? ഇനി പെട്ടെന്നൊരു വിടുതൽ വേണം, പെട്ടെന്ന് എന്തെങ്കിലും സാധിച്ചെടുക്കണം. എന്നാൽ ദൈവസ്ഥനിൽ കാത്തിരിക്കും. അതൊരു ഭക്തന് മാത്രമേ അങ്ങനെ കാത്തിരിക്കാൻ കഴിയുള്ളൂ. ഇത് ദാവീദിൻ്റെ ജീവിതം. ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു. അപ്പോൾ നിലവിളി കേൾക്കുന്നത് വരെ എന്ത് ചെയ്തു? അവൻ കർത്താവിൽ തന്നെ കാത്തിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഘർഷഭരിതമായ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് പലവിധമായ ടെൻഷനുകൾ, പലവിധമായ പ്രയാസങ്ങൾ എല്ലാം നമ്മൾ ദൈവമക്കൾക്ക് കൂടുതൽ, മറ്റുള്ളവരൊക്കെ കൂടുതൽ നമുക്ക് പലവിധമായ പ്രയാസങ്ങളും ദുഃഖങ്ങളും പല പ്രശ്നങ്ങളും അല്ലേ, പല വിധത്തിലുള്ള ഓഫീസിലായാലും അല്ലാതെയും മാനസികമായ സംഘർഷം ഇതെല്ലാത്തിലൂടെയും ഭക്തന്മാർ കടന്നു പോകും. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ അല്ലേലൂയ അവൻ കാത്തിരിക്കുന്ന ആരാ? അവൻ കർത്താവിൽ യഹോവയ്ക്കായി കാത്തിരുന്നു. ഇവിടെ ദാവീദ് കാത്തിരിക്കുന്ന യഹോവയ്ക്കായി കാത്തിരുന്നു. അവങ്കിലേക്ക് ചാഞ്ഞു. അവൻ്റെ നാശകരമായ ദാവീദിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ ദാവീദിൻ്റെ ഏതവസ്ഥയിലാണ് ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് അവൻ കുഴിയിലേക്ക് പോകുന്നൊരവസ്ഥ. നമുക്ക് കുഴിയിലേക്ക് ആരാ കുഴിയിലേക്ക് പോകുന്നത്? എപ്പോൾ ഒന്നല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പാവം സംഭവിച്ചു കാണാം, അല്ല ചേറ്റിലേക്ക് പോകും. നമുക്ക് നമ്മൾ മരിച്ച വ്യക്തി അടക്കുന്നതാണ് കുഴിയല്ലേ. കുഴി എന്ന് പറഞ്ഞാൽ ഒരു നാശത്തിലേക്ക് അല്ലെങ്കിൽ പാതാളത്തിലേക്ക് കടന്നു പോകുന്ന ഒരു അനുഭവം അവൻ്റെ ജീവിതത്തിൽ കാണപ്പെടുന്നു. ഈ അനുഭവത്തിൽ നിന്നാണ് അവൻ ദൈവത്തെ അപ്പോഴും അവൻ ആശ്രയിക്കാനുള്ളത് അല്ലെങ്കിൽ അവൻ അന്വേഷിച്ചത്, അല്ലെങ്കിൽ അവൻ കാത്തിരുന്ന ആർക്ക് വേണ്ടി അന്വേഷിച്ചു. ഈ നമ്മുടെ ഏതൊരു ആവശ്യത്തിലും ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മൃഗപ്പെട്ടുന്ന പാവമാണെങ്കിലും ആ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിപ്പാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് കർത്താവിന് മാത്രമേ നമ്മുടെ പാപമുഖമായ ഈ ലോകത്തുനിന്ന് നമ്മൾ വിടുവിപ്പാൻ കഴിയുള്ളൂ. ഒരു മനുഷ്യ ശക്തിക്കും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പവറിനോ നമ്മൾ ഒരിക്കലും ഈ പാപമുഖമായ ഈ ലോകത്ത് അല്ലെങ്കിൽ പാപമുഖമായ ഈ ജഡത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ ലഭിക്കാൻ കഴിയില്ല. എന്നാൽ നീ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിൽ നീ ആശ്രയിക്കുന്നുവെങ്കിൽ ഈ ദൈവത്തിന് മാത്രമേ നിനക്കൊരു വിശുദ്ധ ജീവിതം നയിപ്പാൻ അതിനെന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൽ കാത്തിരിക്കണം. ദൈവസ്ഥാനിയിൽ നമ്മൾ അവനോട് നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? നമ്മോട് അവൻ ചാഞ്ഞു വരുന്നു അല്ലേ. അവൻ ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിച്ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അത് നിന്നെ ഒരു പാറമേൽ നിർത്തി എപ്പോഴും ഒരു ചെളിയിൽ തന്നെ കിടക്കുവാൻ നിൻ്റെ ദൈവം ഒരിക്കലും നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മൾ ചെളിയിൽ കിടക്കുവാനല്ല ആഗ്രഹിക്കും. പിന്നെയോ അതിൽ നിന്ന് ഉയർത്തി അവൻ പിന്നെ എവിടെ നിർത്തുന്നത്? അവൻ പാറമേൽ ഒരു ചെളിയില്ലാത്ത സ്ഥലത്ത് എന്നെയും നിന്നെയും ദൈവം വിളിച്ച് വേർതിരിച്ചത് ചെളിയിൽ കിടക്കുവാനല്ല, പിന്നെയോ അവിടെ നിന്ന് ഉയർത്തി ഒരു പാറമേൽ നിർത്തുവാനാണ് ദൈവം നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ നിന്നെ ദൈവം ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് എവിടെയാണ്? ഒരു പാറമേലാണ്. വീണ്ടും നമ്മൾ ചെടിയിലേക്ക് പോകാനില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ എപ്പോഴും ദൈവത്തെ തന്നെ ആശ്രയിക്കണം, ദൈവത്തിൽ തന്നെ ശരണമായിരിക്കണം, ദൈവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. പലവിധമായ പ്രയാസങ്ങളും പലവിധമായ ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും മനുഷ്യരെ ആശ്രയിക്കാനും അല്ല മറ്റുള്ള കാര്യത്തിലേക്ക് കടന്നു പോകാൻ ദൈവമക്കളെ അവിടെ ഒന്നും നമുക്ക് ഒരിക്കലും ഒരു വിടുതലോ ഒരു ആശ്വാസം ലഭിക്കുകയില്ല. നിനക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പാദപീഠമല്ലാതെ മറ്റൊന്നുമില്ല. ഇത് ജീവിതത്തിൽ അനുഭവത്തിലൂടെ ദാവീദ് പറയാണ്. അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന അനുഭവത്തിലൂടെ അവനൊരിക്കലും അവൻ രാജാവാകാൻ കഴിയാത്ത അവസ്ഥയിൽ അവന് എല്ലാ വിധത്തിലും എല്ലാ സാഹചര്യങ്ങളെല്ലാം അവന് എതിരായിരുന്നപ്പോഴും ദൈവം അവനെ രാജസ്ഥാനിൽ കൊണ്ട് ഇരുത്തി. അവന് പിന്നെ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും?
ദൈവമക്കളെ നമ്മൾ ഈ ദൈവം ഈ ഭാഗ്യത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ആരാധിപ്പാൻ ഹല്ലേലൂയ ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് ഇതുപോലൊരു അവസരം ഒരുക്കുന്നു. നമ്മൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരി ഒരാഴ്ച വട്ടക്കാലം അനവധി അപകടങ്ങൾ അനവധി അനർത്ഥങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിലൂടെ കടന്നു പോയപ്പോൾ ഇതിലൊന്നും നീയും ഞാനും താഴടിയായി പോകാതെ അത് എൻ്റെ കണ്ണുതിരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് പിടിവെച്ച് ആ ദൈവത്തെ എങ്ങനെ നമ്മൾ സ്തുതിക്കാതിരിക്കും? നമ്മളുടെ വരുന്ന എന്തിനാ? അതുകൊണ്ട് ആ ദാവീദ് ദൈവത്തിനൊരു സ്തോത്രഗീതം പാടുകയാണ്. ഹല്ലേലൂയ. അവനവനെ ദൈവത്തെ ആരാധിക്കുകയാണ്. കാരണം അവനെ ഈ ചേറ്റിൽ നിന്നും ഈ കുഴിയിൽ നിന്നും എന്നെ വിടുവെച്ച് അവനൊരു ക്രിസ്തുവ ആകുന്ന പാറമേൽ എന്നെയും നിന്നെയും ദൈവം നിർത്തിയിരിക്കുകയാണ്. നമ്മളതുകൊണ്ട് ഓളങ്ങളും തിരുമാല കണ്ട് ഭയപ്പെടുവാനല്ല എന്നെയും നിന്നെയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഭയപ്പെട്ട് ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകാനല്ല. പിന്നെയോ അവിടെ എല്ലാം നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. എന്ത് പ്രസിദ്ധി നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നോട്ടെ, ഏത് പ്രയാസത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നോട്ടെ, അവിടെ എല്ലാം നമുക്ക് കാത്തിരിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ കർത്താവിന് വേണ്ടി നീ കാത്തിരിക്കുന്നുവെങ്കിൽ അവിടെ നിനക്കൊരു വിടുതൽ അനുഭവപ്പെടുവാൻ കഴിയും. ഏത് വിഷയമാണേലും ഏത് പ്രശ്നമാണെങ്കിലും ആർക്കും പരിഹരിക്കാൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നിയാലും ദൈവത്തിന് പരിഹരിക്കാത്ത ഒരു വിഷയമില്ല. ദൈവമക്കളെ, ഇത് ദാവീദ് തൻ്റെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ അറിഞ്ഞുവെങ്കിൽ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നത്തിൽ നിനക്ക് പരിഹാരം കാണുവാൻ കഴിയുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ, എന്നാൽ നീ ദൈവത്തോടടുത്ത് വരുന്നുവെങ്കിൽ അവന് വേണ്ടി നീ കാത്തിരിക്കുന്നുവെങ്കിൽ ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. അതെ, അത് തന്നെയാണ് ദാവീദ് പറയുന്നത്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു. അതെ, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിച്ചേറ്റിൽ നിന്നും അവനെ കയറ്റി എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി. ഇവിടെ നമ്മൾ കാണുന്ന ഒന്നാമത്തെ വാക്യത്തിൽ ഭക്തൻ പറയുകയാണ്, എന്താ? കാത്തിരിപ്പും അവനെ വീണ്ടെടുപ്പും. കാത്തിരിക്കുന്നവർക്കും ദൈവം എന്തുണ്ട്? ഒരു രക്ഷ ഒരുക്കുന്നു. കാത്തിരിക്കുന്നവർക്ക് വീണ്ടെടുപ്പുണ്ട്. ഒന്നാമതായി സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് എനിക്ക് വിടുതൽ അനുഭവപ്പെടാൻ കഴിഞ്ഞു. രണ്ടാമതായി ഇവിടെ പറയുന്നു, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അതുകൊണ്ട് ഭയപ്പെട്ട യഹോവയിൽ ആശ്രയിക്കും. ഇപ്പോൾ കാത്തിരിക്കുന്നവരുടെ അടുത്ത രണ്ടാമത് ആശ്രയവും അനുഗ്രഹമാണ്. ഒരു കാത്തിരിക്കുന്ന എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന് ദൈവിക അനുഗ്രഹങ്ങൾ അവർക്കുള്ളതാണ്. അനുഗ്രഹം എന്താണ് അനുഭവം? അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. ഈ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവത്തിനെ കടന്നു വരുമ്പോൾ നിൻ്റെ വായിൽ ഒരു പുതിയ പാട്ടുണ്ട്, ഒരു പുതിയ സ്തോത്രമുണ്ട്, പുതിയ എനർജിയോടുകൂടി നീ ഓരോ ദിവസവും ദൈവത്തെ സ്തുതിക്കും. അതാണ് ദൈവം എനിക്കൊരു പുതിയ പാട്ട് എൻ്റെ വായിൽ തന്നു. ദാവീദിന് പറയുകയാണ്, എൻ്റെ വായിൽ അവനൊരു പുതിയ പാട്ട്. സങ്കീർത്തനം 33:3 കാണുന്നുണ്ട്, അവന് പുതിയ പാട്ട് പാടുവിൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. ദൈവത്തിന് പുതിയ പാട്ട് പാടി. നമ്മൾ പഴയ അവസ്ഥയിൽ എന്നും തുടരുവാനല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നെയോ, നമ്മൾ ദൈവത്തിന് ഒരു പുതുമയുള്ളവരായി തീരുവാനാണ് ദൈവം ഓരോ ദിവസവും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവത്തിന് ഒരു പുതിയ പാട്ട്. അപ്പോൾ ദൈവത്തോട് കാത്തിരിക്കുന്ന ദൈവത്തിന് ഒന്നാമത്തെ അനുഗ്രഹമാണ് എന്താണ്? അവൻ ദൈവത്തിന് പുതിയ പാട്ട് പാടും. പിന്നെ നമ്മുടെ ദൈവത്തെ സ്തുതി തന്നെ പലരും അത് കണ്ട് ഭയപ്പെട്ട് നീ ദൈവത്തിന് വേണ്ടി പുതിയ പാട്ട് പാടുമ്പോൾ നിൻ്റെ അടുത്തിരിക്കുന്നവർ അല്ലെങ്കിൽ നിൻ്റെ ചാർച്ചക്കാർ ഇത് കണ്ട് ഈ ദൈവത്തെ അവരും പാടുവാൻ നിൻ്റെ കൂടെ വരും. ഇതാ ദൈവം നമ്മളെക്കുറിച്ച് നമ്മളിൽ വരുന്ന അനുഗ്രഹം. ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇതിലൂടെ ദൈവപ്രവൃത്തി മറ്റുള്ളവർ കണ്ട് അവർ ക്രിസ്തുവിലേക്ക് വരുവാനാണ്. അപ്പോൾ നമ്മളിലൂടെ നമ്മളുടെ ദൈവത്തെ കാത്തിരിക്കുന്ന ദൈവമക്കൾ ദൈവസേനയിൽ പുതിയ പാട്ട് പാടുമ്പോൾ അത് കണ്ട്, അതുകൊണ്ടാണ് പലരും അത് കണ്ട് ഭയപ്പെട്ട യഹോവയെങ്കിൽ ആശ്രയിക്കും. പിന്നെ യഹോവയെ ആശ്രയിക്കുന്നവൻ 4-ാമത്തെ വാക്യം. ഈ രണ്ടാമത്തെ കാര്യം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഒന്ന് അവന് പുതിയ പാട്ട്. രണ്ടാമത്തെ തന്നെ അതിൽ ദൈവം അവനൊരു പ്രമാണം കൊടുക്കുക. എനിക്കും നിനക്കും ദൈവം ഒരു പ്രമാണം തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ ഭക്തൻ വിവരിക്കുക. എൻ്റെ പ്രമാണം എന്താ? അവൻ ഒരിക്കലും വ്യാജത്തിലേക്ക് ആദരിക്കുന്നില്ല. പിന്നെ വ്യാജം ഫോഷ്കിൻ്റെ ആത്മാവാണ്. അത് സാത്താനിൽ നിന്ന് വരുന്ന ഈ വ്യാജം പറയുന്നവരിലേക്കോ അല്ലെങ്കിൽ ഫോഷ്ക്ക് പറയുന്നവരിലേക്കോ അവർക്ക് കൂട്ടാളിയായി പോകാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കും. ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. രണ്ടാമത്തെ അനുഗ്രഹം ഒന്ന് പാട്ട്, രണ്ടാമത്താണ് എന്താ? അവന് ദൈവം ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, എനിക്ക് എന്താ 1 Peter 5:5 വായിക്കാം. അവണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവിൻ. ദൈവമക്കളെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ? ദൈവത്തെ
ഭയപ്പെട്ടുകൊണ്ട് വളരെ താഴ്മയോടെ ഹല്ലേലൂയ നമ്മൾ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും ഹല്ലേലൂയ കള്ളസത്യം പറയാതെയും നമ്മെ തന്നെ വളരെ താഴ്മയോടെ ദൈവസ്ഥനിൽ കടന്നു വരുവാണ് ദൈവം എന്നെക്കുറിച്ചും നമ്മളെക്കുറിച്ചും. കാരണം നമ്മുടെ ദൈവം താഴ്മയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമാണ്. നീ ദൈവപാദപ്പെടുത്തി താഴ്മയോട് കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹമാണ് ദൈവമക്കളെ. ഒന്നാമത് നിനക്ക് ദൈവം നിന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, രണ്ടാമത് പുതിയൊരു പ്രമാണം നിനക്ക് തന്നിരിക്കുകയാണ്. നമുക്കാണ് ഈ പ്രമാണമുള്ളത്, അത് ജാതികൾക്കുള്ളല്ല. പിന്നെയോ ദൈവം കൽപ്പന കൊടുത്തിരിക്കുന്ന ആർക്കാ? തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് കൊടുത്തത്. അത് അനുസരിക്കുന്നവരെ ദൈവം എന്ത് ചെയ്യും? അവരെ ദൈവം മാനിക്കുന്നതിനും അവൻ്റെ ഏത് വിഷയമായാലും അവൻ ഫേസ് ചെയ്യുന്ന ഏതൊരു പ്രോബ്ലമാണെങ്കിലും അതിനെല്ലാം അവന് വിടുവിപ്പാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. കാരണം ദൈവം അവൻ ആ പ്രമാണം ദൈവന് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്രമാണം തരുന്നുണ്ട്. ദൈവം നമുക്കെന്തൊരു അനുഗ്രഹമാണ്. എന്താണ് ഈ പ്രമാണം? അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെ കടന്ന് നിത്യനാശത്തിലേക്ക് കടന്നു പോകേണ്ട നമ്മളെ അവൻ സ്നേഹിച്ച മഹാസ്നേഹം, ആ സ്നേഹം നിമിത്തം നമുക്കിന്ന് ഇവിടെ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവമേ. അപ്പോൾ ദൈവം നമുക്കൊരു പ്രമാണം. പിന്നെ അടുത്ത വാക്യത്തിൽ കാണിക്കുന്നത് എൻ്റെ ദൈവമായ യഹോവേ നീ ചെയ്ത മതിയും. മൂന്നാമത് ഒരു ഭക്തൻ പറയാണ്, അപ്പോൾ ദൈവത്തെ കാത്തിരുന്നുകൊണ്ട് അവൻ ലഭിച്ച മൂന്നാമത് എന്താ? എണ്ണിക്കൂടാത്ത നന്മകൾ. ദൈവം നമുക്ക് എണ്ണിക്കൂടാത്ത നന്മകൾ ദൈവം നമുക്ക് തന്ന് ഇവിടെ പാട്ടിൽ ഇവിടെ പാടിയവർ നമുക്ക് ഒരിക്കലും വർണ്ണിച്ചു കൂടാൻ പാടാത്ത നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന് ഒരു അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മൾ ഏത് വിധത്തിൽ ദൈവം നമുക്ക് എന്തെല്ലാം നന്മകൾ നമുക്ക് തന്ന് ഇന്ന് നമ്മളെന്ത് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന കർത്താവ്. അതാണ് അവൻ ചെയ്ത ഉപകാരങ്ങളെ ഞാൻ ഇവിടുന്ന് വിവരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ദിവസം മൊത്തം വിവരിച്ചാൽ തീരാത്ത കാര്യങ്ങൾ. എൻ്റെ ജന്മം മുതൽ ഇന്നയോളം നമ്മൾ നടത്തിയ ദൈവം വിധമായ വിഷയങ്ങളുടെ മുഖത്ത് ദൈവം എത്ര അത്ഭുതങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ദൈവമക്കളെ? ഈ പാപത്തിൽ നിന്ന് നമ്മൾ വിടുവിച്ച് തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. മറ്റു രോഗസൗഖ്യങ്ങളെക്കാൾ വലുതാണെന്ന് ദൈവം നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. ഇത് അവിടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിച്ചു കൂടാൻ പറ്റില്ല. ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയുന്ന ഇതാണ്, എണ്ണിക്കൂടാത്ത നന്മകൾ കർത്താവ്. അപ്പോൾ എൻ്റെ ദൈവമായ യഹോവേ നീ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഈ ഭാഗം വായിച്ച് പഠിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചില കഥാപാത്രങ്ങളെ എനിക്ക് ദൈവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആ കഥാപാത്രങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ ഇടയാക്കി. നമുക്കറിയാം യഹോശാഫാത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ ദൈവത്തിനു വേണ്ടി അവന് പ്രമാണത്തിനു വേണ്ടി അവൻ നിന്നു. അവൻ രാജാവായപ്പോൾ അവൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. എന്താ? അവൻ്റെ ബാലിൻ്റെ വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ചു. അവരെ എല്ലാ ദാവീദ് ചെയ്ത പോലെ അവരെല്ലാം ക്രമപ്പെടുത്തി. ജീവിതത്തിൽ ക്രമപ്പെടുത്തണം. ഈ നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ചെയ്യണമെങ്കിൽ നാം ചില ഭാഗങ്ങൾ ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുത്തിയേ പറ്റൂ. ഇത് ദാവീദിൻ്റെ ചിന്തയിൽ കടന്നു വന്ന ഇതാണ്. പക്ഷെ ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ചിന്ത ഇതാണ്, യഹോശാഫാത്ത് ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ടും അവൻ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ചു. ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നതെന്നറിയോ? ദൈവം എന്താണോ എന്നിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ. നമ്മുടെ ഇഷ്ടം ചെയ്തിട്ട് ദൈവം പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല ദൈവം. പിന്നെയോ ദൈവം എന്നെ കൂടെയും നമ്മൾ ഓരോരുത്തരെ കൂടെയും എന്തോ ചെയ്യുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ യഹോശാഫാത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. എന്നാൽ 22 1 രാജാക്കന്മാർ 22 അല്ല 2 ക്രോണിക്കിൾസ് 17:4 വായിച്ച്. ബാൽവിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തൻ്റെ പിതാവിൻ്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിൻ്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവ അവന് രാജ്യത്വം ഉറപ്പിച്ചു കൊടുത്തു. എല്ലാ യഹൂദായും യഹോശാഫാത്തിനും കാഴ്ച കൊണ്ടുവന്നു. അവന് ധനവും മാനവും വളരെ ഉണ്ടായി. അവന്റെ ഹൃദയം യഹോവയുടെ വഴികളിൽ ധൈര്യപ്പെട്ടിട്ട് അവൻ പൂജാഗിരികളെയും അശേര പ്രതിഷ്ഠകളെയും യഹൂദായിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ ഇതെല്ലാം അവൻ നീക്കിക്കളഞ്ഞു. അതുകൊണ്ട് അത് നീക്കിക്കളഞ്ഞുകൊണ്ട് ദൈവം അവൻ എന്ത് ചെയ്തു? ധനവും മാനവും കൊടുത്തു. പിന്നെ അവൻ്റെ രാജ്യത്ത് എന്ത് ചെയ്തു? ദൈവം ഉറപ്പിച്ചു കൊടുത്തു. എന്നാൽ ഈ യഹോശാഫാത്ത് തുടർന്ന് നമ്മൾ കാണുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, അതിനു മുമ്പ് അവൻ ആഹാബുമായിട്ട് ഒരു കൂട്ടിയേറുന്നുണ്ട് അല്ലേ? അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. ഞാൻ എന്താ പോഷന്മാരുമായിട്ട് അല്ലേ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച 44 വായിച്ചു ഇവിടെ വായിച്ചുകൊണ്ട്. എന്നാൽ ആശ്രയിക്കാ ഉണ്ടോ
യഹോവയെ തന്നെ ആശ്രയമാക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ആഹാബ്. നമുക്കറിയാം ആഹാബ് അവൻ ദൈവത്തെ മറന്ന് അല്ലേ എല്ലാ വഴിയിലൂടെയും നടന്ന ഒരു രാജാവാണ് ആഹാബ്. ഇതിനു മുമ്പുള്ള ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്, ഈ യഹോശാഫാത്ത് ആഹാബുമായിട്ട് കൂട്ടുകൂടി അവർ എന്ത് ചെയ്തു? അവർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ യഹോശാഫാത്ത് ആഹാബിനോട് പറയുന്നുണ്ട്, നമുക്കിവിടെ ദൈവപുരുഷൻ ആരുമില്ലേ, നമുക്ക് ദൈവത്തിൻ്റെ ആലോചന കേൾക്കാൻ. എന്നാൽ ആഹാബ് പറയാണ്, ഒരുത്തനുണ്ട്, അവൻ പറയണമൊന്നും എനിക്ക് അനുകൂലം. മക്കളെ, ദൈവം നമ്മളോട് പറയുന്ന അനുകൂലമല്ലെങ്കിലും പ്രതികൂലമാണെങ്കിലും നമ്മൾ കേട്ടനുസരിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വിടുതല. പലപ്പോഴും നമുക്ക് വേണ്ട എന്താ? നമുക്ക് അനുഗ്രഹമായ നമുക്ക് ഇഷ്ടമുള്ള ദൂത് മാത്രം കേൾക്കണം. അതുകൊണ്ട് എന്നാൽ ഇവിടെ ദൈവം ആഹാബിനോട് പറഞ്ഞു മിഹാവ് പറഞ്ഞു, നീ മരണം നിനക്ക് സംഭവിക്കും. എന്നാൽ അതൊരു കൂട്ടാക്കണം. ആഹാബ് വിചാരിച്ചെന്താ, ഞാനത് എൻ്റെ രാജവസ്ത്രമൊക്കെ മാറ്റി ഞാൻ വേറൊരു വേഷത്തിൽ എനിക്ക് അവിടെ നിന്ന് വിടുതൽ പ്രാപിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ ദൈവമക്കളെ അവൻ എന്ത് കാണിച്ചു കൂട്ടിയാലും ദൈവം ഒന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ സംഭവിക്കും. നമുക്കറിയാം, ആ യുദ്ധത്തിൽ ആഹാബ് മരിച്ചുപോയി. എന്നാൽ യഹോശാഫാത്തിനെ ദൈവം ഒരു തലമുടി നാരിക്ക് രക്ഷിക്കുകയാണ് ഇത്. എന്തുകൊണ്ടാണ് ദൈവം രക്ഷിച്ചതെന്നറിയാമോ? അവൻ ദൈവത്തെ അന്വേഷിച്ചൊരു ബദലായിരുന്നു. അവൻ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന ഒരുത്തനായിരുന്നു. അവൻ്റെ ഓരോ വിഷയത്തിന്മേലും അവൻ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നതായിട്ട് കാണാം. ഇത് തന്നെ 2 ദിനവൃത്താന്തത്തിൻ്റെ 20 അതിനുശേഷമോ 20 അധ്യായം നോക്കുമ്പോൾ 2 ദിനവൃത്താന്തം 20:1 വായിച്ച്. അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, ഇനി 3-ാമത്തെ വാക്യം വായിച്ച്. യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോശാഫാത്ത് ഭയപ്പെട്ടു യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു യഹൂദയിലൊക്കെയും ഉപവാസം. നിനക്കും എനിക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവപാദപടുത്തിലിരുന്ന് നീ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടും. നിന്നെ തന്നെ താഴ്ത്തി വെച്ച് ദൈവത്തോട് നീ നിലവിളിക്കുന്നുവെങ്കിൽ നിനക്കെതിരെ ശത്രു എത്ര ബലവാനാണെങ്കിലും അതിന്മേൽ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് ഇവിടെ പല ഭക്തന്മാരുടെ പേരുണ്ടെന്ന എണ്ണിക്കൂടാത്ത നന്മകൾ ദൈവം ചെയ്ത് ഒരു 2 എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത്. യഹോശാഫാത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അവൻ അന്വേഷിച്ചു. അവൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ്റെ മുമ്പിൽ വലിയൊരു സൈന്യമാണ്, 2-3 രാജാക്കന്മാർ ചുറ്റും കൂടെ. അവൻ നോക്കുമ്പോൾ ശത്രു അവനേക്കാൾ ബലവാനാണ്. അവരുടെ മുമ്പിൽ അവന് ജയിപ്പാൻ ഒരു കഴിവ്, അവൻ്റെ ശക്തി കൊണ്ടോ അവൻ്റെ മിടുക്കുകൊണ്ടോ അവൻ്റെ കഴിവുകൊണ്ടോ അവന് മുമ്പിലുള്ള ശത്രുക്കൾക്ക് മേൽ അവന് ജയം പ്രാപിപ്പാൻ കഴിയില്ല എന്ന് അവന് പൂർണ്ണമായി തരുന്നുണ്ട്. എന്നാൽ അവൻ ദൈവത്തെ അന്വേഷിച്ചു. അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് പറയുന്നത് യഹോശാഫാത്ത് എന്ത് ചെയ്തു? അവന് ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അവനെല്ലാ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങാൻ പാടില്ലാത്ത പ്രയാസങ്ങൾ, താങ്ങാൻ പാടില്ലാത്ത വിഷയങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുമ്പോൾ ദൈവമക്കളെ ദൈവപാദപടുത്തങ്ങൾ ഇരുന്നുകൊണ്ട് നീ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിൻ്റെ ഏത് വിഷയത്തിന്മേലും ദൈവം പ്രവർത്തിപ്പാൻ. ഇതവിടെ യഹോശാഫാത്തിന് ദൈവം എന്താ ചെയ്തത്? അതിന് എന്നെ ഏറ്റവും ധൈര്യപ്പെടുത്തുന്നറിയോ? അതിന് ശേഷം അവൻ ഇവിടെ ഒരു ഭാഗത്ത് ഇവിടെ കാണുന്നുണ്ട്, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ യഹൂദരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു കൊണ്ട് എല്ലാവരും ഒന്നിച്ചു കൂടി നിന്നു. അപ്പോൾ നമ്മുടെ സഭയിലൊരു വിഷയം വരുമ്പോൾ ദൈവമക്കളെ നമ്മളെല്ലാവരും കൊണ്ട് ഒന്നിച്ചു കൂടി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തോട് അടുക്കുന്നുവെങ്കിൽ ദൈവത്തിന് വലിയ അത്ഭുതം നമ്മുടെ സഭയിൽ ചെയ്യാൻ കഴിയും. ദൈവമക്കളെ നമ്മൾ അടുക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ആലോചന പ്രകാരം ദൈവത്തിൻ്റെ ആലോചനയെ തിരിച്ചു നോക്കുമ്പോൾ അത് നമ്മൾ വലിയൊരു നാശത്തിലേക്കാണ് കടന്നു പോകുന്നത്. കണ്ടില്ലേ, ആഹാബിന് സംഭവിച്ചു, ആഹാബിയുടെ മരണം സംഭവിച്ചു. എന്നാൽ യഹോശാഫാത്തിന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്ത് യഹോശാഫാത്ത് എന്ത് ചെയ്തു? ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അവൻ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ചു. അതിനു മുമ്പിൽ അവൻ്റെ മുമ്പിൽ കടന്നു വന്ന സൈന്യത്തെ കണ്ട് അവൻ ഭയപ്പെട്ടപ്പോൾ അവിടെ നിന്നിട്ട് പറയാണ് 20-ാമത്തെ വാക്യം വായിച്ച് 20:20. അവർ അധികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട്, യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകുമെന്ന് പറഞ്ഞു. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവ. ഇനി 20:7 അവസാനം 20:7 നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അവർ അതിൽ പാർത്തു. ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന്റെ മുമ്പിലും നിന്റെ സന്നിധിയിൽ നിന്ന് നിന്റെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിച്ചൊരു ഭാഗം ഇതാണ്. യഹോശാഫാത്ത് ഇവിടുന്ന് പറയുവാണ്,
ഞങ്ങളുടെ ദൈവമേ, നീ നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്നും ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് നിൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക്, ദൈവം അബ്രഹാമിൻ്റെ സന്തതിക്ക് വാഗ്ദത്തം ചെയ്ത ദൈവവശമാണ്. ഹല്ലേലൂയ. അതിന് മുമ്പ് ഇവിടെ പറയുന്നുണ്ട് ദൈവമായ ഹോവ. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ ഹോവൻ്റെ ഗ്രീക്കിൽ പറയുന്നത് ക്രിയേറ്ററാണ്. ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചപ്പെട്ട ദൈവം. ഹല്ലേലൂയ. ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ദൈവം അതിനെ എന്ത് ചെയ്തു? അതിന് ഫലപുഷ്ടമാക്കി കൊടുത്ത ദൈവമാണ്. ആ ഫലപുഷ്ടിയായ ദൈവം ഈ ദേശം ഞങ്ങൾക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്താൽ അവകാശം തന്ന ഈ ദേശം ഒരിക്കലും ഞങ്ങളിൽ നിന്ന് ശത്രുരാജ്യം പിടിച്ചു പോകാൻ അനുവദിക്കരുത് എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ ജനത്തെ ദൈവമക്കൾ നമ്മൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയുണ്ട് കർത്താവ്. അതിനെ നഷ്ടപ്പെടുത്തി കളയാൻ ശത്രു കൊണ്ടുവരുന്ന ഏതൊരു പ്രതിസന്ധിയെയും അതിനെ കണ്ട് ഭയപ്പെട്ട് തളർന്ന് നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തുവാനല്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ അതിൻ്റെ മാതൃത്വത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ധൈര്യത്തോടു കൂടി ഇതിനെ നേരിടുവാനാണ് ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നത്. ഇങ്ങനെ ധൈര്യത്തോട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ത് ചെയ്തു? നമ്മൾ ജനസീസ് 1 പറയുന്നുണ്ട് ശൂന്യതയിൽ നിന്നെല്ലാം സൃഷ്ടിക്കപ്പെട്ട ദൈവം ദൈവം അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ദേശത്തെ അവർ കൈവശമാക്കും, അത് അന്യന്മാർ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല എന്നവൻ അവിടുന്ന് ഈ ജനത്തിൻ്റെ മതിൽ നാം പ്രഖ്യാപിക്കുകയാണ്. ആര്? ഈ യഹോശാഫാത്ത്. അതാണ് നമ്മൾ പലവിധമായ കഷ്ടങ്ങൾ നമ്മുടെ കണ്ണു മുമ്പിലൂടെ കാണുമാറാക്കിയവനെ, എന്നാൽ അതിനെല്ലാം വെടിവെച്ചു. അതുകൊണ്ടാണ് ആ ഭക്തൻ ഇവിടെ പറയുന്നത് ദൈവത്തിനെല്ലാം എന്നെ പിടിച്ച് 40 സങ്കീർത്തനം പറയാണ് എന്താ? അവനെ ഭയപ്പെട്ടുകൊണ്ട് യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെ ആദരിക്കാതെയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശ്യൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു. ഇതാണ് യഹോശാഫാത്ത് പറയാണ്. അവൻ പറയാണ് അബ്രഹാമിനെ നടത്തിയ ദൈവം അതുപോലത്തെ ഒരു ദൈവം വേറൊരു ദൈവമുണ്ടോ? ദൈവമില്ല. ഈ ദൈവത്തിലാണ് ദൈവമക്കളെ. അതുകൊണ്ട് അവനിവിടെ എണ്ണിക്കൂടാത്ത അനുഭവങ്ങളാണ് ഇവിടെ യഹോശാഫാത്ത് പറയുന്നത്. പിതാക്കന്മാരെ നടത്തിയ ദൈവം നമ്മുടെ പിതാക്കന്മാരെ ദൈവം ഇതുപോലെ നടത്തിയെങ്കിൽ നമ്മളെയും ദൈവം നടത്തുവാൻ മതിയായ ദൈവമാണ് ദൈവമക്കളെ. അവൻ നമ്മുടെ ഏതൊരു അവസ്ഥയിലും നമ്മളെ അതാണ് നമുക്ക് ആ ഒരു അനുഭവമാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ഈ പ്രതികൂല മധ്യത്തിലേക്ക് നമ്മൾ നിർത്തുന്നത്. ഇതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് എനിക്കിപ്പോൾ വർണ്ണിച്ചുകൂടാത്ത അനുഭവങ്ങളാണ് ദാവീദ് ജീവിതത്തിലുള്ളത്. അപ്പോൾ ഇതാണ് ഇതിലൂടെ സങ്കീർത്തനത്തിലൂടെ ദാവീദ് പറയുന്ന ഒന്നാണ്. രണ്ടാമത് ആശ്രയിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവം ചെയ്യും, അവരെ വിടുവിക്കുക തന്നെ ചെയ്യും. അവരെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അവർക്ക് പുതിയ പാട്ട് കൊടുക്കുന്നു, പുതിയ പ്രമാണം കൊടുക്കുന്നു, പിന്നെ എന്ത് ചെയ്യും? അവർക്ക് പുതിയ നന്മകളാൽ അവരെ നടത്തുന്നു, പിന്നെ അവർ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. അതിൻ്റെ 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ ഹന്യാകും 6 തൊട്ട് 9 വരെ വായിച്ചു. ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഞാൻ ഇവിടെ ദാവീദ് പറയാണ്, കാരണം ഹന്യാകവും ഭോജനയാകും നീ ഇച്ഛിച്ചില്ല. ഇത് പറയാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമുക്കറിയാം ദൈവത്തിൻ്റെ പെട്ടകം അവിടെ ഇല്ല. അത് സിയോനിലും ഇവർ ദൈവത്തെ ആരാധിക്കുന്നത്, അവർ യാഗർപ്പിക്കുന്നത് ഗിബിയോനിലുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പറഞ്ഞത്. കാരണം അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ അവർ യാഗർപ്പിക്കുന്ന സ്ഥലം വേറെ, പെട്ടകം ഇരിക്കുന്നത് സിയോനിൽ. ഈ ഒരു സാഹചര്യത്തിലാവും പറയാം, ദൈവമേ, ഹന്യാകും ഭോജനയാകും നീ ഇച്ഛിക്കുന്നില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകും പാവുകയും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ ഇപ്പോഴാണ് യേശു ക്രിസ്തുവിനെ അവന് വെളിപ്പെടുത്തുന്നത്. കാരണം നമ്മൾ കാണിക്കുന്ന പ്രവൃത്തി ഉപരിയായി ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നമ്മെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ദൈവം ഏറ്റവും കൂടുതൽ. ദൈവത്തെ അനുസരിക്കുക, നമ്മുടെ ചെവി ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക. നമ്മുടെ കാതുകളെ തുളയ്ക്കുക എന്ന് പറഞ്ഞാൽ ചെവി തുറന്നു കൊടുക്കുക. അനുസരണത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നീ ദൈവത്തെ അനുസരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന മറ്റുള്ള എല്ലാ യാഗത്തെക്കാളും വലിയ അത് ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തെ അനുസരിക്കുകയാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള യാഗം. അതുകൊണ്ടാണ് ഹന്യാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, എൻ്റെ ചെവികളെ നീ തുളച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചെവികളെ ദൈവം തുളച്ചിരിക്കുകയാണ്. എന്തിനു വേണം ദൈവം ചെവികളെ തുളച്ചിരിക്കുന്നത്? അത് ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിപ്പാൻ ദൈവം നമ്മുടെ ചെവികളെ തുളച്ചിരിക്കും. ഈ ചെവിന് വ്യാജന്മാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ തെറ്റായ പാതയിലൂടെ പോകുന്നവരുടെ അല്ലെങ്കിൽ നമ്മളെ വഴിതെറ്റിക്കുന്നവരുടെ ആലോചന പ്രകാരം പോകാനല്ല ദൈവമക്കളെ ദൈവം നമുക്ക് ഈ ചെവിയെ നാം ഒരിക്കൽ തുളച്ചുവെങ്കിൽ അത് നമ്മൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവഹിത പ്രകാരം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോക്കെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരും. ഇത് ദൈവത്തിൻ്റെ ദാവീദ് ഇതിലൂടെ പറയാണ്, ഹന്യാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, എൻ്റെ ചെവികളെ തുളച്ചിരിക്കുന്നു. ഹോമയാകും പാകം നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? സ്വന്തം പുത്രൻ
പിതാവ് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പിതാവ് അവനെ ഏൽപ്പിച്ച ദൗത്യം അവൻ പൂർത്തീകരിക്കുകയാണ് ഇത്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ഒരു യാഗമായി തീർന്നു. ഹല്ലേലൂയ. ഈ യാഗത്തിലൂടെ നമുക്ക് നിത്യത കർത്താവ് ഒരുക്കി തന്നു. അല്ലെങ്കിൽ പാപത്തിൽ നിന്നുള്ള പൂർണ്ണമായ വിടുതൽ നമുക്ക് ഈ കർത്താവിനെ നമ്മളെ തന്നെ ആ കർത്താവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ, ആ കർത്താവ് നമ്മളോട് പറയുന്ന ആലോചന പ്രകാരം പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പുത്രൻ വന്നുവെങ്കിൽ, ദൈവമക്കളെ, ദൈവവും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഈ പാവങ്കരമായ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ദൈവം ക്രിസ്തുവിലൂടെ നമ്മളെ അവനെ രക്ഷ ഒരുക്കി തന്നുവെങ്കിൽ, ആ ക്രിസ്തുവിന് വേണ്ടി ദൈവം നമ്മളിലൂടെ അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ഹല്ലേലൂയ നമ്മളെ തന്നെ സമർപ്പിക്കണം ദൈവസ്ഥനിൽ. പിന്നെ അവൻ്റെ ആലോചന പ്രകാരം ദൈവം എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മൾ പ്രവർത്തിപ്പാൻ കഴിയുള്ളൂ. പലപ്പോഴും നമ്മുടേതായ ഇഷ്ടപ്രകാരം, നമ്മുടെ ആലോചന പ്രകാരം പലപ്പോഴും നമ്മൾ മുമ്പോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് പലപ്പോഴും ദൈവത്തിൽ നിന്ന് പല നന്മകളും പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പരാജയം. എന്നാൽ നമ്മൾ പരാജയപ്പെട്ട് പിന്മാറുന്നവരുടെ കൂട്ടത്തിലുള്ള പിന്നെയോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. തുടർന്നുള്ള വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം സമയത്തിലുള്ള ദൈവജനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇന്ന അവസരം ഒരുക്കി തന്ന സഭയോടും എൻ്റെ പാസ്റ്ററോടും എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ദൈവനാമത്തിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സംഗീതത്തിൽ നിന്നും നല്ല ചിന്തകളെ അവതരിപ്പാൻ തക്കണം ബിജുവിനെ കർത്താവ് ബലപ്പെടുത്തി. ആ വാചകങ്ങൾ തന്നിൽ കൂടി കർത്താവ് പ്രസ്താവിച്ച ചിന്തകൾ നമ്മൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. അവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഞാൻ വരുന്ന പുസ്തകത്തിലുള്ളതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ദർശനം ദാവീദിൽ കൂടി നമുക്ക് തന്നു. അത് നിവർത്തിയാവുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവനെ കർത്താവ് ഉയർത്തുകയും ചെയ്തു. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൊക്കെയും താൻ താഴ്ചയിലായിരുന്നപ്പോഴേക്കും ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. തുടർന്ന് കുഞ്ഞുങ്ങളെ എഴുന്നേറ്റ് അവരുടെ വാക്യം പറയും. കുഞ്ഞുങ്ങൾ God sent his son, they called him Jesus. He came to love, heal and forgive. He came and died to buy my pardon. An empty grave is there to prove my Savior lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future. And life is worth the living just because he lives. Praise Lord, past 1 week God was good and faithful to me. He protected me from all harms and dangers. In praise for him, I like to say a verse from the Bible. Luke 11 verses 28, Jesus said, those who hear the teaching of the God and obey, they are the ones who are truly blessed. Amen. Praise Lord, in the past week the God was very good to me. He protected from all possible harms and dangers. In praise of him, I like to say a verse from the Bible. 2 Corinthians 12 verses 9, and he said to me, my grace is sufficient for you and my strength is made perfect for you. It is for me and for my spiritual life. Amen. During the past 1 week, God was very good to me. He kept me safe from all harms and dangers. In praise of him, I like to say a verse from the Bible. Jeremiah 17 verses 9 and 10. The heart is deceitful above all things and beyond cure. Who can understand it? I, Lord, will search the heart and examine the mind to reward each person according to their conduct, according to what their deeds deserve. I request members to pray for me and for my studies. Psalms 91 verses 10 and 11. Nothing bad will happen to you. No disaster will come to your home. Yes, put his angels in charge of you. They'll watch over you wherever you go. Amen. Praise Lord. For as many as are led by the Spirit of God, they are the sons of God. Romans 8 verses 14. Amen. He will
Praise the Lord, and therefore those around who fear Him. Amen. Praise the Lord. Psalms 23 verse 6. Surely goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord forever. Amen. Psalms 136 verses 1. Give thanks to the Lord, for He is good, His mercy endures forever. Children, obey parents in the Lord, for this is right. Ephesians 6:1. Children, obey your parents. Psalms 132 verse 2. He swore an oath to the Lord, he made a vow to the mighty one of Jacob. Amen. Those who live according to the flesh set their minds on the things of flesh, but those who live according to spirit set their minds on spirit. Romans 8 verses 5. Praise, I would like to thank God for this wonderful opportunity that He is given to stand in His presence. Since the past for me, God has kept us safe through arms, troubles, and dangers that went away. And I would like to recite a verse. It is from Psalms chapter 66 verse 2. Sing for the honor of His name and make His praise glorious. Amen. Praise the Lord. Lastly, God is good to me. He protected me from all harms and dangers. In praise of Him, I would like to cite a verse from the Bible. Psalms 91 verses 1 and 2. He that dwelleth in the secret place of the Most High shall abide in the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress. My God, in Him I will trust. Please pray for me as my exams would commence from September onwards. I thank Abeska for the nice opportunity to stand before you, and for today God added one more in my life. In verse of it, I like to recite members in the Bible, Isaiah 40 verses 31. For they that wait upon the Lord shall renew their strength and shall mount their wings as of eagle, and they shall run and not weary, they shall walk and not faint. I request all my church from open Valpes as my unit test is going on. Amen. Praise the Lord. I praise and thank God for giving me this nice opportunity to stand before you all. Lord, in the past week, He was good to me and protected me under His mighty wings. In praise of Him, I learned to say words from the Bible. Proverbs 2 verse 6. For the Lord gives wisdom, from His mouth comes knowledge and understanding. I request all church members, please pray for me and for my family. Hallelujah, 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 hallelujah. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ബോളി ബ്രദറെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിന് നന്ദിയോടെ സ്തോത്രം. കത്ത് ദിവസം ദൈവമേ പൈതങ്ങളായിട്ട് നിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നതിന് ഞങ്ങളെ ബലപ്പെടുത്തി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പൈതങ്ങളെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ ഇതുവരെയും നീ അവരെ സൂക്ഷിച്ചു പരിപാലിച്ച് കൃപയിൽ പൊതിഞ്ഞു. ദൈവമേ മുന്നോട്ടും അവരെ നീ സഹായിക്കണമേ. ദൈവമേ അവരുടെ പഠന കാര്യങ്ങളിൽ, അവരുടെ യാത്രയിൽ, പോക്കിൽ, വരവിലെല്ലാം നീ അവരെ സഹായിക്കണമേ, സൂക്ഷിച്ചൊള്ളണമേ എന്നാണ് ഇതിനോട് പ്രാർത്ഥിക്കുന്നു. അനർത്ഥങ്ങൾ പതിയിരിക്കുന്ന ലോകത്ത് കർത്താവെ അവരെ ക്ഷേമത്തോടെ ദൈവമേ തിരുക്കരങ്ങൾ വഹിക്കണമേ എന്നിട്ട് ഇതിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. അവരുടെ അടുത്ത ദിവസങ്ങളിൽ ക്ലാസ്സിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവം പഠിക്കുന്നതിന് ആവശ്യമുള്ള ബുദ്ധിയും കഴിവും ജ്ഞാനം അവർക്ക് നീ നൽകണം, ഉന്നത വിജയം നൽകണം. പ്രത്യേകിച്ച് ബോർഡ് എക്സാമിനായിട്ട് ദൈവമേ തയ്യാറെടുക്കുന്ന പൈതങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ നീ സഹായിച്ചാട്ടെ ദൈവമേ. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത ദിവസങ്ങളിലെ എക്സാമിനെല്ലാം തയ്യാറെടുക്കുന്ന പൈതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നവരെ നീ സഹായിക്കണം. അതുപോലെ തന്നെ ഹല്ലേലൂയ ജോഹാൻ മച്ചുവിനെ ഞങ്ങൾ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതലിന് 1 വർഷം കൂടെ നിദാനമായി നൽകിയതിനെ നന്ദിയോടെ സ്തോത്രം. അവനെ നീ ദൈവമേ കരങ്ങളിൽ വഹിക്കണമേ എന്നിട്ട് ഇതിനോട് പ്രാർത്ഥിക്കും. ഈ സമയം
ദൈവമേ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ മറ്റു പൈതങ്ങളുടെ ദൈവമേ ദേശത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന പൈതങ്ങളെയും വിദേശത്തായിരിക്കുന്ന പൈതങ്ങളെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെയും ഒരുമിച്ച് നീ സഹായിക്കണമെന്നിട്ട് ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് നീ അവരെ മാനിക്കണം, കരങ്ങളിൽ വഹിക്കണമെന്നിട്ട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം തിരുസന്നിധിയിലായിരിക്കുമ്പോൾ കൃപ ഞങ്ങളോട് കൂടിയിരിക്കണമെന്നിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ. മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ. എന്നു നീ വന്നിടുമെൻ്റെ മണവാള, നിന്നെ കണ്ടു ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ, ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ. എന്നു നീ എന്നെയും ചേർത്തിടുമ്പോൾ എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം, എൻ ഭാഗ്യം ആനന്ദമാനൽപ്പം. മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ മഹാരാജനേ. മന്നാ ജയ ജയ മന്നാ ജയ ജയ മാനുവേലനേ മഹേശ മഹാരാജനേ മഹേശ തന്റെ വിശുദ്ധരെല്ലാം മധ്യാകാശത്തിൽ ചേർന്നിടും, മധ്യാകാശത്തിൽ ചേർന്നിടും. കാഹളനാദവും ദൂതഗണങ്ങളും കോടിരഥങ്ങളുമായി വന്നിടും, പ്രിയരക്ഷകൻ വന്നിടും, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണോ? ഒരു ഉത്സാഹമില്ലല്ലോ ആരുടെ മുഖത്ത്. ഞാൻ ഇന്നലെ രാത്രിയിൽ ഫുൾ ഡ്യൂട്ടി ആയിരുന്നു. 5 മണിക്കാണ് ഞാൻ വന്നത്. 5 മണി വന്നിട്ട് 2 മണിക്കൂറേ കഷ്ടി ഉറങ്ങുകയുള്ളൂ. അപ്പോൾ നിങ്ങളെക്കാൾ ക്ഷീണം കൂടുതൽ എനിക്കാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ കർത്താവ് എല്ലാം നന്നായി ചെയ്യുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം ദൈവവചന ചിന്തയ്ക്കാണ്. ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. ഇനി PVP ഉണ്ട് നമ്മുടെ മുമ്പിൽ. കാര്യങ്ങളൊക്കെ നന്നായി നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വേദഭാഗം ഞാൻ വായിപ്പാൻ തക്കണം താല്പര്യപ്പെടുന്നു. എല്ലാവരും ശ്രദ്ധയോടിരിക്കണം. ഞാൻ വലിയ ഒറേറ്ററൊന്നുമല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവവചനം ക്രമമായി പറയുവാൻ തക്കണം കർത്താവ് കൃപ തരത്തുള്ളൂ. അത് ഞാനല്ല. ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്. ദൈവവചനമാണ് നമുക്ക് വരേണ്ടത്. അത് റിസപ്റ്റീവായിരിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. വലിയ ഡീപ്പായ വിഷയങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഞാനിന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നൊരു വാക്യം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ്
ഞാൻ വായിക്കാൻ തക്കണം താല്പര്യപ്പെടുന്നത്. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരു കുറച്ച് അധ്യായങ്ങളുള്ളൊരു പുസ്തകമാണ്. ത്രൂ ഔട്ട് കാണുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആദ്യം അവരോട് പറഞ്ഞത് നിങ്ങൾ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അവർ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ മതഭേദം വന്നപ്പോൾ അവർക്ക് വളരെ പ്രതിസന്ധി ഉണ്ടായി. ആ മതഭേദത്തെ അംഗീകരിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് വളരെ പീഡകൾ, കാരണം യഹൂദന്മാരുടെ പീഡയുണ്ടായിരുന്നു, റോമാ സാമ്രാജ്യത്തിന് പീഡയുണ്ടായിരുന്നു. ഇതൊക്കെയും സഹിച്ചുകൊണ്ടാണ് ദൈവമക്കൾ മുൻപോട്ട് പോയത്, സഭ മുൻപോട്ട് പോയത്. എന്നാൽ ഒരു കാര്യം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, അവർ ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ജീവനുള്ള ദൈവം അവരുടെ കൂടെ വസിച്ചു, അവരെ വഴി നടത്തി, അവരെ ഉപദേശിച്ചു. ആ ദൈവം അവരോട് കൂടെയായിരുന്നു. ആ യേശുവിനെ കണ്ടവരും മാത്രമല്ല യേശുവിനോട് വസിച്ചവരും യേശുവിനെ കണ്ടവരുമാണ് സഭയുടെ മുൻപന്തിയിൽ നിന്നത്. അതുകൊണ്ട് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അവരോട് കൂടെ വസിച്ച ദൈവം ഉയരത്തിൽ കടന്നുപോയെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്കൊക്കെയും തക്ക സമയത്ത് വിടുതൽ കൊടുക്കുവാൻ തക്കണം ദൈവത്തിന് ശക്തിയുണ്ട് എന്നും അവൻ സർവ്വസൃഷ്ടാവാണെന്നും അവൻ രക്ഷിതാവാണെന്നുള്ള ബോധ്യം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം ചെലവഴിച്ചു. നമ്മൾ ത്രൂ ഔട്ട് കാണുമ്പോൾ പൗലോസിൻ്റെ യാത്രയിലെ എല്ലായിടത്തും എന്താ വെച്ചാൽ പ്രാർത്ഥനയായിരുന്നു അവർക്കുണ്ടായിരുന്നത്, വേറെ ഒന്നും ആശ്രയിക്കാൻ അവർക്കുണ്ടായിരുന്നില്ല. അപ്പം ഞാനിവിടെ വായിച്ച ഈ വാക്യം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ആ പശ്ചാത്തലം വളരെ വ്യക്തമായിട്ടറിയാം. ഹെരോദ ആദ്യം വായിക്കുന്ന ആ കാലത്തെ ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനെ കൈനീട്ടി യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവർ പത്രോസിനെയും പിടിച്ചു. അപ്പം യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഹെരോദാവ് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത് യഹൂദന്മാരാണ്. അവർ യഹൂദ മതത്തിൽ നിന്നും അവർക്ക് ഗ്രിപ്പ് പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു, അവൻ്റെ ശിഷ്യന്മാരെ ഓരോരുത്തരെയായിട്ട് നശിപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ അത് ഈ പുതിയ മതഭേദം അമർച്ച ചെയ്ത് കളയാമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു അവരത് പ്രവർത്തിച്ചത്. അങ്ങനെ ഹെരോദാവ് യാക്കോബിനെ പിടിച്ചു കൊന്നു എന്ന് വായിക്കുന്നു. വാൾ കൊണ്ട് കൊന്നു. അതിനുശേഷം പത്രോസിനെയും അതുപോലെ കൊന്നു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ പ്രീതി ലഭിക്കും. അവരുടെ രാജാവായിട്ടാണ് തന്നിരിക്കുന്നത്, ഗവർണറായിട്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടിയാണ് പത്രോസിനെ പിടിച്ചത്. എന്നാൽ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സഭയ്ക്ക് വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ സഭ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, വേറെ അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴേ 4 കാര്യങ്ങൾ 4 ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞേക്കണമെന്ന് താല്പര്യപ്പെടുന്നത്. ഒരുപാട് സമയം എടുക്കുന്നില്ല. ആദ്യമായി കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സമാന്തരമായൊരു നടക്കുന്നൊരു കാര്യം. സമാന്തരമായി നടക്കുന്ന കാര്യം എന്താ കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സഭയെ തകർക്കുവാൻ തക്കണം ശത്രു നേതാക്കന്മാരിൽ കൂടിയും മറ്റുള്ളവർ കൂടിയും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് സമാന്തരമായി സഭ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇത് നമുക്കും പലപ്പോഴും കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിലും നമുക്ക് എന്താ വെച്ചാൽ എതിരായി ശത്രു, നമ്മുടെ സഭയ്ക്കെതിരായി, നമ്മുടെ ക്രിസ്തീയ പ്രവർത്തനത്തിനെതിരായി ശത്രു വളരെ ശക്തമായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പ്രാർത്ഥനയാണ് ശത്രുവിൻ്റെ ആ വലിയ അതേ തന്ത്രങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത്. വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പം ഈ ശത്രുവിൻ്റെ ആക്ടിവിറ്റി അവൻ സമാന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ നിന്നും കർത്താവ് എടുക്കുന്നവരെയും ശത്രുവിനെ അവിടെ ഹോൾഡുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ അവനുണ്ടാക്കുവാൻ കഴിയും. അപ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയിൽ ശത്രു അങ്ങനെ പാരലൈസ് ചെയ്യുമ്പോൾ തന്നെയും നമ്മൾ പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, ദൈവത്തോട് അപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെയും നീക്കുപോക്ക് തരുവാണ്ടൊക്കെ ജീവിക്കുന്നവർ നമുക്ക് ഉണ്ട്. അപ്പോൾ പ്രശ്നങ്ങളില്ല എന്നൊരിക്കലും പറയാൻ സമാന്തരമായ 2 കാര്യങ്ങളും നടക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ വിശ്വാസികളാണെന്ന് വെച്ചുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾക്കും നമുക്ക് രോഗം വരില്ല എന്നില്ല, നമുക്ക് പ്രശ്നങ്ങളില്ല എന്നില്ല. എന്നാൽ എല്ലാറ്റിനും എന്താ വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. അതുകൊണ്ട്
ഈ വചനം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് ഇതൊക്കെയും നടക്കുമ്പോൾ തന്നെയും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാണ്ട്. കാരണം നമ്മൾക്ക് സഭയായി കഴിയണമെന്നുള്ളതാണ്. കാരണം ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ്. ദൈവത്തിൽ നിന്നും അരുളപ്പാട് ലഭിക്കാം. ദൈവവചനം നമുക്ക് തന്നിട്ടുണ്ട്. തുടർന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവത്തോട് നമ്മളെ വിഷയങ്ങൾ പറയുക. ദൈവം ആ പ്രാർത്ഥനയിൽ കൂടി നമ്മളോട് ഇടപെടും. നമുക്ക് ദൈവത്തിന് സംസാരിപ്പാനുള്ളൊരു ചാനലാണ് പ്രെയർ എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാൻ തന്നെ കഴിയും. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാഥമികമായ ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയായിരുന്നു. അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പൗലോസിനെ പിടിച്ചുകൊണ്ട് പോയി, വേറെ ഒന്നും ചെയ്യാനില്ല. അവരുടെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? പ്രാർത്ഥിക്കുക മാത്രമല്ല, വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെയും ജീവിതത്തിൽ പ്രാഥമികമായ ലക്ഷ്യം, നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? നമ്മളെന്ത് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ലക്ഷ്യങ്ങൾ പലതുണ്ട്. എന്നാൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് കം ടു ഹിം. നമ്മളൊരു ചെറിയ ഞാൻ ഓഫീസിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയും ഞങ്ങളുടെ ഇഷ്യൂ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സോഫ്റ്റ്വെയർക്ക് വന്നു. ഫിഗേഴ്സ് ഒന്നും ടാലിയല്ല. ബാലൻസ് ഷീറ്റ് കൊടുക്കും. നാളെ ബോർഡ് മീറ്റിംഗ് ആണ്. ഇന്നലെ സൈൻ ചെയ്യണം. ഇന്നലെ നോക്കുമ്പം നല്ല ഡിഫറൻസ് ഉണ്ട് ഫിഗേഴ്സ്. രാത്രി മുഴുവൻ ഇരുന്ന് റിക്കൺസിൽ ചെയ്യാൻ നോക്കി. ഇല്ലെങ്കിൽ മറ്റുള്ള എൻട്രികൾ ഇടണം. എല്ലാവരും പാനിക്ഡാണ്. പക്ഷേ എനിക്കൊരു കാര്യം അറിയായിരുന്നു, വാട്ടോ ബി നാളെ മീറ്റിംഗ് നടക്കും, കാര്യങ്ങൾ നടക്കും. ദൈവം അതിനൊരു വേ ഔട്ട് തരും. അങ്ങനെ ഒരു ചെറിയൊരു വേ ഔട്ട് ഞങ്ങൾ കണ്ടുപിടിച്ച് കാര്യങ്ങൾ ചെയ്തു നന്നായി പോകുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളെ ഒരു ചെറിയ ഭൗമിക വിഷയത്തിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൊളീഗ്, പുള്ളിക്കാരിയുടെ പേര് മീനാക്ഷി എന്നാണ്, ഒരു ആർക്കിടെക്റ്റാണ്. എൻ്റെ കൂടെ ഞാനൊരു വർഷം ഹൈദരാബാദിലുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ട്രാൻസ്ഫർ ചെയ്ത് ഡൽഹിയിലേക്ക് വന്നു. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരൻ പെട്ടെന്ന് ബ്രെയിൻ ട്യൂമർ വന്നു. കഴിഞ്ഞ ഒരു വർഷമായി ട്രീറ്റ്മെൻറ്റാണ്. കണ്ണ് കാണത്തില്ല. ഇപ്പം ഹീമോ എടുത്തു കഴിഞ്ഞു, റേഡിയേഷൻ വേണം. ആ സമയത്താണ് ട്രാൻസ്ഫർ ആയത്. അപ്പം ഷീസ് ഇൻ എ ഡീപ്പ് ട്രബിൾ. മാനേജ്മെൻറ്റ് വന്നിട്ട് പറഞ്ഞു ട്രാൻസ്ഫർ ക്യാൻസൽ. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ വളരെ ഇൻഹ്യൂമനായിട്ടാണ് പറയുന്നത്, നീ വന്ന് ജോയിൻ ചെയ്ത് ലീവ് എടുത്തോ. ഹസ്ബൻഡിന് ഇപ്പോൾ ഒരു വർഷമായിട്ട് സാലറി ഇല്ല. ദേ ഇൻ എ ഡീപ്പ് ട്രബിൾ. മോളുണ്ട്, മോൾക്ക് ജോലി ആയിട്ടില്ല. അപ്പം ഇരുന്ന് സംസാരിച്ചു. ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, വി ഡോണ്ട് നോ ഹൗ ഗോഡ് വിൽ ബി വർക്കിംഗ്. ഏതാണ് സൊല്യൂഷൻ എന്നറിയത്തില്ല. ഐ വിൽ ഓൾസോ പ്രേ ഫോർ യു, യു ഓൾസോ പ്രേ ഫോർ ഇറ്റ്. നമുക്കറിയാത്തൊരു വഴി ദൈവം തുറന്നു വരും. അപ്പം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ നടന്ന, ദൈവം ചെയ്ത മിറാക്കുലസ് ആയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഐ ഡു ബിലീവ് ഇൻ മിറാക്കിൾ. അപ്പോൾ ദൈവത്തിന് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മുടെ സൊല്യൂഷൻ അല്ല, അവൻ്റെ സൊല്യൂഷൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ നടക്കുന്നൊക്കെയും നമുക്ക് റിയാലിറ്റി ആയി തോന്നും, ബട്ട് റിയാലിറ്റിയേക്കാൾ ഉപരിയാകുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ പറയുന്ന വിഷയങ്ങൾ, പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിപ്പാൻ നമ്മളെക്കാൾ ഡീപ്പായ പ്രശ്നങ്ങളുള്ളവരുണ്ട്. എന്നാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കർത്താവ് തരുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളുടെ വിഷയങ്ങൾ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതൽ കർത്താവ് തരുന്നുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളതെന്ന് വെച്ചാൽ അവർക്ക് ആകെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെയുള്ള പ്രതികരിക്കാനുള്ള വിഷയം പ്രാർത്ഥിപ്പാൻ മാത്രമേ ഉള്ളൂ. കാരണം ഭരണാധികാരികൾ അനുകൂലമല്ല. പൗലോസിനെ പിടിച്ചുകൊണ്ടുപോയി. പൗലോസ് ഒരു പരീശനായിരുന്നു, അവരുടെ നേതാവായിരുന്നു. വേണമെങ്കിൽ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെയുള്ള ആരെങ്കിലും കമ്പാഷനുള്ള ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് അവനെ വിടിവിപ്പാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളെന്ത് ചെയ്തൊരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ലീഗൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഫിസിക്കൽ ഇഷ്യൂ ഉണ്ടാകുമ്പം ഏറ്റവും എന്താ വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലെവലിൽ ആരെയൊക്കെ കണ്ടുപിടിക്കും. വി ട്രൈ ടു ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ ഓൺ ഹ്യൂമൻ വേ. പക്ഷേ അവിടെയുള്ള സഭയ്ക്ക് ഈ ഹ്യൂമൻ വേയുള്ള സൊല്യൂഷൻ ഒന്നും കണ്ടുപിടിക്കാനില്ലായിരുന്നു. അവർക്ക് ആകെ കൂടെ ആശ്രയമുണ്ടായിരുന്നത് പ്രാർത്ഥന മാത്രമായിരുന്നു. വേറൊന്നും അവർക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. വേറെ ചെയ്യാനുണ്ട്. അപ്പം എന്താ ഞാൻ ഫസ്റ്റ് തിങ് ദൈവം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിപ്പാൻ അവർക്ക് യഹോവയല്ലാതെ ആശ്രയം വേറൊന്നുണ്ടെന്നില്ല. യിരെമ്യാവിൻ്റെ പ്രവചനം 17-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമാക്കുകയും
ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അവൻ ആറ്റിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കും എന്ന് പറയുന്നത്. അത് ഇല വാടാതെ ഇരിക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, ദൈവം മാത്രം ആശ്രയിക്കുന്ന വ്യക്തികൾക്ക്, ആശ്രയമായിരിക്കുന്ന വ്യക്തികൾക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. നമുക്കറിയത്തില്ല ദൈവത്തിൻ്റെ വഴികൾ നമുക്കറിയത്തില്ല. നമ്മൾ ഏലിയാവിനെ കുറിച്ച് കാണാം. ഏലിയാവ് എന്ത് ചെയ്തു? ദൈവം മാത്രം ആശ്രയമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഏലിയാവിൻ്റെ ഒരൊറ്റ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജനം മടങ്ങി വരണം, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. അപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന് കഴിഞ്ഞാൽ, കർത്താവ് നിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ദൈവവചനം വിട്ടുപോയി കഴിഞ്ഞാൽ മഴ പെയ്യത്തില്ല, ഭൂമി എന്ത് ചെയ്യും? ഇരുമ്പായി തീരുമെന്നാണ് പറയുന്നത്. അത്രയും ഒരു ഹാർട്ട് ലെവലിലേക്ക് പോവും ജനങ്ങൾ മടങ്ങി വരാൻ വെക്കണം. അപ്പം പറഞ്ഞു, നിൻ്റെ വചനത്തിന് പ്രസക്തി ഉണ്ടെങ്കിൽ ഈ ജനം മടങ്ങി വരണമെങ്കിൽ ഞാൻ ഈ കാര്യം ചെന്ന് രാജാവിനോട് പറയുകയാണ്, നീ അതുപോലെ പ്രവർത്തിക്കണം. നമ്മൾ കാണുന്ന ഏലിയാവിൻ്റെ ത്രൂ ഔട്ട് ലൈഫിൽ അവൻ ആ ദൈവത്തിൽ വിശ്വസിച്ചു, അവൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചു. അവൻ്റെ ഒരൊറ്റ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഇസ്രായേൽ മടങ്ങി വരണം. അങ്ങനെ ദൈവത്തിൻ്റെ തീ ഇറങ്ങി ആ അന്യദേവന്മാരുടെ പുരോഹിതന്മാരൊക്കെയും കൊന്നു, ദേശത്ത് മഴ പെയ്തു, ജനങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക്, ദൈവം മാത്രം ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് അസാധാരണമായ വിധത്തിൽ ഇറങ്ങി വരുവാൻ തക്കണം ദൈവത്തിന് കഴിയും എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ തക്കണം കഴിയും. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വാഭാവികമായി വരുന്നൊരു കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശ്വസിക്കാൻ തക്കണം നമ്മളോട് ആരും പറയേണ്ട കാര്യമില്ല. ജനിച്ച് വീണ ഒരു റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കുഞ്ഞിനോട് പോലും ശ്വസിക്കാൻ പറയേണ്ട കാര്യമില്ല. ഇറ്റ് സ്പോണ്ടേനിയസ്ലി കമ്മിങ്. അതില്ലെങ്കിൽ ആ കുഞ്ഞിന് ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആർക്കും ശ്വസിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. ദാഹിച്ചാൽ വെള്ളം കുടിക്കണമെന്ന് ആരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെള്ളം അന്വേഷിച്ച് പോയി കുടിക്കും. സോ നമ്മൾക്ക് ഇതൊക്കെ സ്വാഭാവികമായി നമ്മളുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ആട്രിബ്യൂട്ട്സാണ്. അപ്പം അതുപോലെയാണ് പ്രേയറും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതൊരു സ്വാഭാവികമായി വരണം. ഒരു ദിവസം ദൈവസന്നിധിയിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും വൈകുന്നേരം ദൈവസന്നിധിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുകയും നമ്മൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ വളരെ കുറവാണ്. നമ്മൾ ദാനിയേലിനെ കുറിച്ച് കാണുന്നത് എന്താണ്? 3 നേരം താൻ വളരെ സീനിയറായ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു, രാജ്യത്തിലെ ഏറ്റവും പ്രധാനിയായിരുന്നു, തനിക്ക് ഒരുപാട് ഒഫീഷ്യൽ അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ പോലെ വലിയ മീറ്റിങ്ങുകളില്ലെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ തക്കണം. കമ്മ്യൂണിക്കേഷൻ കുറവാണ്, എല്ലായിടത്തും പോവുകയും കാര്യങ്ങൾ ചെയ്യുകയും വേണം. കാര്യങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. എന്നിരുന്നാലും താൻ 3 നേരം സ്ഥിരമായി മാറ്റിവെച്ച്, എല്ലാ ഇതിൽ നിന്നും മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ സമയം കണ്ടെത്തിയെന്ന് നമുക്ക് കാണുവാൻ കാണാൻ കഴിയും. മാത്രമല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 3 നേരം മാത്രമല്ല, താൻ ത്രൂ ഔട്ട് ദൈവസന്നിധിയിൽ ആശ്രയിച്ചു. മാത്രമല്ല താൻ ദൈവവചനം ആരാഞ്ഞറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒരു മടങ്ങിവരവിനെക്കുറിച്ച് ദൈവം എന്ത് ചെയ്തു? അവനെ അറിയിച്ചു കൊടുത്തു. 60 ആഴ്ച കാലത്തിൻ്റെ അവന് വെളിപ്പാട് അവന് കൊടുത്തിട്ടുണ്ട്. അവസാനം അവനോട് പറയുന്നത് എന്താ വെച്ചാൽ, ദൈവം പറയുന്നത് വെച്ചാൽ, ദാനിയേലേ നീ പോയി വിശ്രമിച്ചു കൊള്ളുക. എന്നും പ്രാർത്ഥിക്കുകയും ദിവസം എനിക്ക് അവനോട് പറയുന്നത് വെച്ചാൽ, കാലാവസാനത്തിങ്കൽ നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. വാട്ട് ആൻ അഷ്യൂറൻസ് വാസ് ഗിവൺ ടു ദി ദാനിയേൽ. ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിഫലം കൊടുക്കുവാൻ കാരണം കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം നമുക്കത് എത്രത്തോളം ആശ്രയിപ്പാൻ തക്കണം കഴിയും, നമുക്കത് എത്രത്തോളം പ്രാവർത്തികമാക്കുവാൻ തക്കണം കഴിയും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്കൊരു മെൻറ്ററുണ്ടായിരുന്നു, എനിക്കൊരു അപ്പച്ചനായിരുന്നു. അപ്പച്ചൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രായമുള്ള പുള്ളി. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രയറായിരുന്നു. ഹിസ് മെയിൻ തിങ് വാസ് പ്രയർ. ഞങ്ങൾ ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിലും ഞങ്ങൾ പ്രയറിന് പോകും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരും. അപ്പച്ചൻ വേറെ പരിപാടിയൊന്നുമില്ല, മക്കളില്ല, വേറെ ജോലിയൊന്നുമില്ല. അപ്പച്ചൻ പ്രാർത്ഥിക്കൽ മാത്രമേ പണിയുള്ളൂ, ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരുപാട് പേര് വരും.
അപ്പം ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോഴേ അപ്പം ഞങ്ങളോട് പറയും, മോനെ ഇന്ന ആൾ വന്നു, നമുക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം മാത്രം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ അവരുടെ വിഷയം നിങ്ങളുടെ വിഷയമായിട്ട് ഏറ്റെടുക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ഈ പ്രാർത്ഥന കേൾക്കുമെന്നും ദൈവം തക്ക സമയത്ത് മറുപടി തരുമെന്നുള്ള ഒരു ബോധ്യം അവിടെ ഉണ്ടാവണം. ആ മൈൻഡ് സെറ്റോടുകൂടി ആ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിവുണ്ടെങ്കിൽ എന്നോട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങൾ കണ്ടിട്ടുണ്ട്. വന്നു പ്രാർത്ഥിച്ചു, ദൈവം വിടുതൽ കൊടുക്കുന്നു. ഞാൻ എൻ്റെ CA ഫൈനൽ എക്സാം എഴുതി ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതാൻ വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ടോൺസിലൈസിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഇൻഫെക്ഷനായിട്ട് നല്ല ഷിവറിങ്ങോടുകൂടി പനിയാണ്. ഞാൻ പോകുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പം എന്നോട് പറഞ്ഞു, മോൻ പോക്കോ, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പോയിട്ട് അന്ന് തലേദിവസമായപ്പോഴത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം മുമ്പ് ഞാൻ പോയി. തലേദിവസം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ടാബ്ലറ്റ് എടുക്കണം, ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. ഞാൻ 3 നേരം ടാബ്ലറ്റ് എടുത്തു. രാവിലെ 8 മണിക്കാണ് എനിക്ക് എക്സാം. ഞാൻ രാത്രി ഒരു 8-9 മണിയാകുമ്പോൾ കിടന്നുറങ്ങി. രാവിലെ 7 മണിക്കാണ് ഞാൻ എഴുന്നേറ്റത്. വേറെ ഒന്നും പഠിക്കാനില്ല, പഠിച്ചതൊക്കെ മതിയെന്ന് വെച്ചു. കാരണം പനിയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ബട്ട് ആ പരീക്ഷയ്ക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചത്. മാത്രമല്ല, പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം പല്ല് തേക്കുമ്പോൾ തൊണ്ടയ്ക്ക് ഒരു വെളുത്ത സാധനം ഇരിക്കുന്നുണ്ടു. ഞാനത് ഇളക്കി കളഞ്ഞു. പിന്നെ ഇന്നുവരെ എനിക്ക് ടോൺസിലൈറ്റിസ് ഉണ്ടായിട്ടില്ല. സോ മിറക്കിൾ ക്യാൻ ഹാപ്പൻ. ദൈവത്തിന് കഴിയും. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളുടെ വിഷയം പോലെ നമ്മളെ വിഷയങ്ങൾ കൊണ്ടുപോവുകയും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ശ്വാസം ആവശ്യമുള്ളതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നതും ഏറ്റവും അത്യന്താക്ഷേപിതം ആവശ്യമാണെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ദൈവത്തിൽ കടന്നു വരുവാണെന്നുണ്ടെങ്കിൽ ഹീ ക്യാൻ ഗിവ് ദ റിസൾട്ട്. ചില പ്രാർത്ഥനകൾക്ക് മറുപടി നമുക്ക് ലഭിച്ചു എന്ന് വരില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ താല്പര്യപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ദൈവത്തിന് അതിനേക്കാൾ ബെറ്ററായ ഒരെണ്ണം ഉണ്ടാകും. ചിലത് നമുക്ക് പെയിൻഫുൾ ആയിരിക്കും, പക്ഷേ ഹീ സീ ഫ്രം ദി ടോപ്പ്. ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് ദൈവം കാണുന്നത്. ദൈവത്തിന് നമ്മളെ വഴി നടത്തുവാൻ തക്കാണ് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ ചോദ്യം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുവാൻ നമുക്കൊരവകാശവുമില്ല. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക, റിസൾട്ട് തരുന്നത് ദൈവമാണ്. ഇനി അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ 12-ാമത്തെ വാക്യം, 12-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെ അവിടെ എന്താ വെച്ചാൽ പൗലോസിനെ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ, പൗലോസിനെ ദൈവം ദൂതനെ അയച്ച് വിടുവിച്ചു. ഇവരെ പ്രാർത്ഥിച്ചു, ദൈവം ദൂതനെ അയച്ചു, വിടുവിച്ചു. അതിനുശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സോ പ്രാർത്ഥനയുടെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, there were a unity among them. അവരനേകർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞാൽ വളരെ ചർച്ച് മീറ്റിങ്ങിന് ആളുണ്ടായിരിക്കും, മീറ്റിങ്ങൾക്ക് ആളുകൾ വരുമായിരിക്കും. റിയൽ പ്രെയർ, ഉപവാസ പ്രാർത്ഥന അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയമില്ല, നമുക്കല്ലെങ്കിൽ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ പ്രെയർ, ഇമ്പോർട്ടൻസ് ഓഫ് ദി പ്രെയർ ഹാസ് കം ഡൗൺ. നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള വാല്യൂ കുറഞ്ഞു പോയിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ പോലും എന്താ പറയുന്നത്, കർത്താവായ യേശു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ രാത്രിയിൽ വാങ്ങിപ്പോയി വിജനമായ സ്ഥലത്തിരുന്ന് പിതാവിനോട് അപേക്ഷിച്ചു എന്നാണ് വായിക്കുന്നത്. എന്നിട്ട് പറഞ്ഞത് ഞാൻ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവനായിരിപ്പീൻ എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. അവൻ നമുക്കൊരു മാതൃക വെച്ച് പോയിരിക്കുന്നു. അത് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളത് ദൈവം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതത്തിൽ മനുഷ്യരായി തന്നെ ജീവിച്ച് കാണിച്ചു തന്നിട്ടാണ് പോയത്. നമുക്ക് പറ്റാത്ത കാര്യമല്ല. നമ്മൾക്ക് പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാല്യൂ ആണ്. നമ്മൾ ഏതിനാണ് വാല്യൂ കൊടുക്കുന്നത്? ഭൗമികമായ കാര്യങ്ങൾക്കാണോ വാല്യൂ കൊടുക്കുന്നത്, അതോ സ്വർഗീയമായ കാര്യങ്ങൾക്കാണോ? ദൈവമാണോ പ്രാധാന്യം, അതോ നമുക്ക് മുമ്പിൽ കിട്ടുന്ന ഫ്രീ ബീസ്? നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. ഇപ്പോൾ പെട്രോൾ എന്ന് വെച്ചാൽ റിഫൈൻ ചെയ്ത് വരും. ഏറ്റവും ബെസ്റ്റ് സാധനം ഏവിയേഷൻ ഫ്യൂലാണ്, അതിന് ഹൈ വാല്യൂ ഉണ്ട്. അതിന് വരുന്ന ബൈ പ്രോഡക്ട്സ് ആണ്. പെട്രോൾ കിട്ടുന്നുണ്ട്, ഡീസൽ കിട്ടുന്നുണ്ട്, പിന്നെ വെച്ച് കഴിഞ്ഞാൽ അവസാനം വേസ്റ്റ് ആവുന്ന സാധനം കോൾട്ടാർ, എല്ലാത്തിനും വാല്യൂ ഉണ്ട്.
ദി ഹയസ്റ്റ് വാല്യൂസ് ഫോർ ദി എൻഡ് പ്രോഡക്റ്റ്. എല്ലാ ബൈ പ്രോഡക്റ്റ് നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഈ ബൈ പ്രോഡക്ട്സിൻ്റെ വാല്യൂവിൽ മാത്രം നോക്കി നിൽക്കുന്നു. എന്നാൽ എൻഡ് പ്രോഡക്റ്റിനൊരു വാല്യൂ ഉണ്ട്. ദാറ്റ് ഈസ് എ ഹയസ്റ്റ് വാല്യൂ. ആ വാല്യൂ സിസ്റ്റത്തിന് വേണ്ടി നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സഭ ഒന്നിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. രോഗികളായ പലരുണ്ട്, ഭൗമിക ആവശ്യങ്ങളിലായ പലരുണ്ട്, ആത്മീക ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മളുടെ ആത്മീയ വർധനത്തിന് വേണ്ടി നിത്യതയിൽ നമ്മൾ കാണണം. കർത്താവ് ഇന്ന് കാഹളം മുഴക്കിയാൽ നമ്മൾ എത്ര പേര് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുമെന്ന് ഉറപ്പുണ്ടെന്നുള്ളത് നമ്മളൊന്ന് തന്നെ താൻ ചിന്തിക്കണം. വി ഹാവ് ടു റീതിങ്ക്. അപ്പോൾ അതൊരു വലിയ നീഡാണ് സഭയുടെ. നമ്മൾ ഈ വൈകുന്നേരങ്ങളിൽ ഒരു പ്രെയർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കും കയറാൻ പറ്റുന്നില്ല. റിയലി ഐ എം ട്രബിൾഡ്. പക്ഷേ സമയമുള്ളപ്പോഴെല്ലാം നമ്മൾ കയറണം. എല്ലാവർക്കും ഒന്നും പ്രാർത്ഥിക്കാൻ അവസരമുണ്ടല്ല എങ്കിൽ തന്നെയും നമ്മളെ സഭയുടെ വിഷയങ്ങളെല്ലാം നമ്മളതിൽ കൂടി അറിയുന്നു. നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, നമ്മളുടെ കാര്യങ്ങൾ പറയാൻ പറ്റും, ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ആ യൂണിറ്റി, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴുള്ള ആ ഒരു യൂണിറ്റി ഉണ്ടല്ലോ, അത് സൊല്യൂഷൻ തരും. പഴയ കാലത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലത്തെ പെന്തക്കോസ് സമൂഹം ഇതായിരുന്നു ചെയ്തിരുന്നത്. ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വിശ്വാസികളും അവിടെ വരും, അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കും, അവരവരുടേതായ പ്രശ്നം ഏറ്റെടുക്കും. ഇന്ന് നമുക്കെന്താ വെച്ചാൽ നമ്മളെല്ലാവരും തിരക്കുള്ളവരായി. ഭൗമികമായി നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ഭൗമികമായി നമ്മൾ എന്തൊക്കെയോ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ കംഫേർട്ടിലേക്ക് കൺഫൈൻ ടു അവർ കംഫേർട്ട്, കൺഫൈൻ ടു അവർ ആക്ടിവിറ്റീസ്, അതിലുപരിയായി നമ്മൾ ചിന്തിപ്പാണ്. കാരണം ഈ വചനമൊക്കെ എന്നോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇറ്റ്സ് നോട്ട് ഞാൻ ആരെയും ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും ഇത് ചെയ്യാൻ വേണ്ടിയല്ല പറയുന്നത്. ഐ നീഡ് എ ചേഞ്ച്, ദാറ്റ്സ് വൈ ഗോഡ് ഹാസ് സ്പോക്കൺ ടു മീ. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒന്ന് റീതിങ്ക് ചെയ്യാം. ഈ പ്രയറിനെ കുറിച്ചുള്ള ഈ 4 ചിന്തകളൊന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കാം. ആ പ്രയർ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റാം. എന്താ വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവം മാത്രമേ ആശ്രയം, യഹോവ മാത്രം ആശ്രയമുള്ള ഒരവസ്ഥയിലേക്ക് നമുക്കെത്താം. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് പ്രയറിന് കൊടുക്കാം. കർത്താവിനെ പ്രവർത്തിപ്പാൻ തക്കണം കഴിയും. ഈ നാളുകൾ നമ്മളെല്ലാ വിഷയങ്ങൾക്കും പരിഹാരം തരുവാൻ തക്കണം കഴിയും. അതിനേക്കാൾ ഉപരിയായി നിത്യതയിൽ നമ്മളെ എത്തുവാൻ തക്കണം. നമ്മൾ ഒന്നുകിൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും, അല്ലെങ്കിൽ കർത്താവ് വരും. രണ്ടിൽ അതിൽ കൂടുതൽ വേറെ ഒന്നും നമുക്കില്ല. ഇവിടെ കാണുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ വാല്യൂ ഉള്ളൂ. ഇതൊക്കെ നശിക്കുവാൻ വേണ്ടി ഇപ്പം വയനാട്ടിൽ വലിയ കാട്ടിനകത്ത് പോയി വളരെ കംഫർട്ടായിട്ട് പലരും ജീവിച്ചു. നോ ഡിസ്റ്റർബൻസ്, നോ പൊല്യൂഷൻ, നത്തിങ്. അവർ വളരെ കംഫർട്ടായിട്ട് നല്ല നിലയിൽ വീട് വെച്ചു. ഇന്ന് ചെന്ന് വെച്ചാൽ ഒന്നും കാണാനില്ല. ഇറ്റ്സ് ഒരു മേ ബി ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ, ആർക്കും അത് ഫോഴ്സ് ചെയ്യാൻ പറ്റിയില്ല. ഫോഴ്സ് ചെയ്തവരുണ്ടായിരിക്കാം, ഫോഴ്സ് ചെയ്യാൻ പറ്റിയില്ല. ആക്സിഡൻറ്റ് വിൽ നെവർ ടെൽ യു ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞ ആക്സിഡൻറ്റ് ഒരിക്കലും പറയത്തില്ല. ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കുന്ന കാര്യമാണ്. സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു അസ് അറ്റ് എനി ടൈം. ബി പ്രിപ്പയർഡ്. നമ്മൾ ഒരുങ്ങിയിരിക്കുക. അതിന് ദൈവം ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ഒരുങ്ങിയിരിക്കാൻ തക്കണം കർത്താവ് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. സോ നമുക്ക് പ്രിപ്പയർ ആയിരിക്കാം, കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാം. അതെന്ന് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഏറെ സമയമെടുത്തില്ല. ഇന്ന് POP ഉണ്ട്. നമുക്ക് സമയത്ത് നിർത്തി നമുക്ക് വീട്ടിൽ പോകണം. ദേവദാസനില്ല. ദേവദാസനെ നമുക്ക് കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാം കർത്താവ് നന്നായി നടത്തട്ടെ, എല്ലാം കർത്താവ് നന്നായി ചെയ്യട്ടെ. ദിവസങ്ങളിൽ കൂടുതൽ ആശ്രയിക്കാം. ഈ വചനങ്ങൾ എന്നെ തന്നെ ഒന്ന് റിഫൈൻ ചെയ്യാൻ ഇടയാകട്ടെ. നമുക്ക് അതൊന്ന് ഏറ്റെടുക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ സമയങ്ങൾ ചെലവഴിക്കാം. അതായത് ക്വാളിറ്റി ടൈം കർത്താവിനോടുകൂടി ചെലവഴിക്കാം. തീർച്ചയായും അതിന് റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിത്യതയിൽ ചേരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ബാക്കി എല്ലാ പ്രതിഫലവും നിസ്സാരമാണ്. അതിനൊക്കെ വാല്യൂ അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അത് ഈ ലോകം സർവൈവ് ചെയ്യാനുള്ള വാല്യൂ മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ട് ലെറ്റ് us prepare for that. Let us prepare for the best. ഏറ്റവും നല്ലതിന് വേണ്ടി, ഏറ്റവും ഉയർന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു അവസരം തന്ന ദേവദാസനോടും സഭയോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും ഓർത്ത് സാജിബ്രവരെ പ്രാർത്ഥിച്ച് സഭായോഗം അവസാനിപ്പിക്കാം.
കർത്താവ് നമ്മളോട് അനുഗ്രഹപ്രദമായ ഒരു ആരാധന കൂടെ ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം കർത്താവേ. അനേകർക്ക് ലഭിക്കാത്ത വലിയ ഭാഗ്യം നീ ഞങ്ങൾക്ക് തന്നതിനായി സ്തുതിക്കുകയാണ്. പ്രതികൂലങ്ങൾ കൊണ്ട് നിറഞ്ഞതായ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഓരോ ദിവസവും ഞങ്ങൾ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേയ്ക്കെന്നും വന്ദനം കരയേറ്റുന്നപ്പ. ആമേൻ. രാവിലെ സമയാടികൾ കൂടി വന്ന സമയം മുതലേ നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടായിരുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ആരാധനാ ഗീതങ്ങൾ പാടി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ച് പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തി നല്ല സാക്ഷ്യങ്ങളെ കേൾപ്പിച്ചു നന്ദി പറയുന്നു കർത്താവേ. നീയാണ് ഞങ്ങളുടെ സങ്കേതവും ബലവും കോട്ടയും കർത്താവേ. ഹല്ലേലൂയ. വിടുതലിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. ആമേൻ. ലേവിന് കൊടുത്ത വിടുതലിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകളെ യഹോവയ്ക്കുള്ളവയാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നപ്പ. ഹല്ലേലൂയ. സൗഖ്യത്തോടെ പൈതലിനെ ഞങ്ങളുടെ നടുവിൽ കൊണ്ടുവന്നതിനായി സ്തോത്രം. യാത്ര ചെയ്യുവാനുള്ള ആരോഗ്യം ബലവും കൊടുത്തതിനായി സ്തോത്രം. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിച്ചതിനായി നന്ദിയപ്പ. നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ ദിനങ്ങളിൽ യാത്ര ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരുണ്ടല്ലോ. സിസിയാൻ്റെ ഫ്രൈഡേ കടന്നു പോകുന്നുവല്ലോ. ഇന്ന് രാത്രി കാലം ബാബുച്ചാനും കുടുംബം കടന്നു പോകുന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. സോനി ബ്രദർ യാത്ര ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ജോൺസൺ ബ്രദറിൻ്റെ കുടുംബമായി ഞങ്ങൾ ഓർക്കുന്നു. നോയലിനെ ഓർക്കുന്നു. തക്ക സമയത്ത് നിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അതാത് സ്ഥലങ്ങളിൽ എത്തിച്ചേരേണ്ടതിന് വേണ്ടി സ്വർഗം പ്രവർത്തിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന നാഥ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. തങ്കത്തിൻ്റെ മാതാവിന് കൊടുത്ത വിടുതലിനായി സ്തോത്രം. ദൈവസഭയുടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലവും ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. വിജയവ്രതൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചുവല്ലോ നാഥ. ഹല്ലേലൂയ. നാശകരമായ കുഴിയിൽ നിന്ന് ഞങ്ങളെ കയറ്റി ഉറപ്പുള്ള പാറമേൽ, ക്രിസ്തു എന്ന പാറമേൽ തന്നെ ഞങ്ങൾ ഉറപ്പിച്ച് നിർത്തിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ അത് എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു എന്നും ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. നിന്റെ മകനെ കുടുംബമായി അനുഗ്രഹിക്കണമേ. തുടർന്ന് തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നിന്റെ മകൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോശവൃതൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കരങ്ങൾ നീട്ടി. അതേ കർത്താവേ, അധികാരികൾ ആമേൻ ദൈവമക്കൾ ഉപദ്രവിക്കേണ്ടതിന് വേണ്ടി കരങ്ങൾ നീട്ടുമ്പോൾ ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ലപ്പ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് അധികാരികളോട് മറുത്തു നിൽപ്പാനും കഴിവില്ല. ആകെ ഞങ്ങൾക്കറിയാവുന്നത് അങ്ങയുടെ മുമ്പിലെ മുട്ടുകൾ മടക്കി തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. അധികാരികളുടെ കരങ്ങൾ പ്രതികൂലമാകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം സഭയ്ക്ക് അനുകൂലമായി ഇറങ്ങി വരുന്നതിനായി നന്ദി പറയുകയാണ്. ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. നിന്റെ മാനെ ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ. ഹാലിൽ ഓഫീസ് ജോലികളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുവാൻ കൃപ കൊടുക്കണമേ. എവിടെയെല്ലാം വേരിയേഷൻസ് ഉണ്ട് അതെല്ലാം കംപ്ലീറ്റായി ചെയ്യുവാൻ തക്കണമുള്ള ദൈവകൃപയും പരിജ്ഞാനവും ആമേൻ സ്വർഗം ഹല്ലേലൂയ കോശഭൃതൻ്റെ മേൽ പകരണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആരാധന ലീഡ് ചെയ്യുവാൻ എല്ലാം സഹായിച്ചില്ല നന്ദി. ഞങ്ങളുടെ ഭാഷ കടന്നുപോയ സ്ഥാനത്ത് ശുശ്രൂഷകൾ ചെയ്യുവാൻ, കർത്തൃമേശ ചെയ്യുവാൻ എല്ലാം ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു പ്രാവശ്യം കൂടെ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്ന ഏവരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ആരാധന അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മോടും നാം പ്രാർത്ഥിച്ച് എല്ലാ വിഷയങ്ങളോടും കർത്താവിൻ്റെ ദാസനോടും നമ്മൾ ഓരോരുത്തരോടും കൂടെ ഇന്നും ഇന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.